തുടങ്ങാം. ടൈറ്റിൽ ശ്രദ്ധിച്ചവർ ഉണ്ടോ? വന്നവരൊക്കെ ഒരു ഹായ് വെക്കൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വിഷയം, നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം, ആ വിഷയം ഏകദേശം ഇന്നലെ ഒരു അന്ത്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പം അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ലൈവ്. നമ്മൾ ഇസ്ലാം മത വിമർശനം നടത്തുന്നതിൻ്റെ കൃത്യമായ സാമൂഹിക ലക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ നടത്തുന്ന വിമർശനങ്ങളിൽ അതിലേറ്റവും മാന്യവും സഭ്യവുമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക, അതേപോലെ തന്നെ ആളുകളോട് സൗമ്യമായും സഹാനുഭൂതിയോടുകൂടി സംസാരിക്കുക, തെറിവാക്കുകൾ, അശ്ലീലം പരമാവധി ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള ചില ശീലങ്ങൾ, ചില രീതികളാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്. എന്നാൽ എൻ്റെ ഒരു പൊതുവായിട്ടുള്ള മതവിമർശന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിമർശന രീതിയാണ് അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് ശൈലിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോയത്, ഇന്നലെ നമ്മൾ എന്ത് പറഞ്ഞാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഞാനിവിടെ എഴുതിയതുപോലെ സമൂഹത്തിൽ മറ്റാർക്കും ഉപദ്രവം ചെയ്യാതെ സ്വസ്ഥമായും സമാധാനമായിട്ടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാമാന്യരായിട്ടുള്ള വിശ്വാസികൾ, ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിവോ പഠനമോ ഒന്നുമില്ലാതെ വിശ്വാസികളായി ജനിച്ച് ജീവിക്കുന്ന നമ്മളുടെ ഇടയിലുള്ള സഹോദരങ്ങൾ, അവരോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വന്നവരൊക്കെ ഒന്ന് കമൻ്റൊക്കെ ഇട്ട് ഉഷാറായാൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മത വിമർശനം നടത്തുന്നത് അതാദ്യം പറയാം. ഇത് വളരെ ചുരുക്കി പറയാം. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. വലിയ ദീൻ എന്ന് പറയുന്ന പ്രസന്റേഷൻ കണ്ടിട്ടില്ലാത്തവരായിരിക്കില്ല നിങ്ങൾ ഏറിയ പേരും. കണ്ടിട്ടില്ലാത്തവർ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം പോയി കാണേണ്ടത് എൻ്റെ വലിയ ദീൻ എന്ന് പറയുന്ന പ്രസന്റേഷനാണ്. ഞാൻ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ അതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും, എന്നെ കാണുന്നവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ദിവസം മുതൽ അല്ലെങ്കിൽ അന്ന് ആ പ്രസന്റേഷനിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെക്കുറിച്ച് സാമാന്യമായിട്ട് എല്ലാ വിശ്വാസികളും ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അത് മദ്രസയിൽ നിന്ന് കിട്ടുന്നതും വീട്ടിൽ നിന്ന് കിട്ടുന്നതും നമ്മുടെ ചുറ്റിൽ നിന്ന് കിട്ടുന്നതുമായിട്ടുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ വയല് കേട്ടിട്ടും മദ്രസയിൽ പഠിച്ചിട്ടും നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നമ്മുടെ വീട്ടിൽ അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിലെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവം, നമ്മുടെ ആരാധന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതേ അർത്ഥത്തിലൊക്കെ നമ്മൾ ആർജിച്ചിട്ടുള്ള കുറേ അറിവുകളുണ്ടാവും, ബോധ്യങ്ങളുണ്ടാവും, ചില ചിന്തകളുണ്ടാവും, വിശ്വാസങ്ങളുണ്ടാവും. അതുമായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ് ചെയ്യുക. ബഹുഭൂരിപക്ഷം വിശ്വാസികളും ആ അവസ്ഥയിലാണ്. ചെറിയ പ്രായത്തിൽ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു, അവർ വാപ്പിയും ഉമ്മയും മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നു, അവിടെ കിടന്ന് മതം പഠിക്കുന്നു, ഈ മതം മാത്രമാണ് ശരിയെന്ന ഈ മതത്തിൻ്റെ ഒരു ചിന്ത പഠിക്കുന്നു. അങ്ങനെ അങ്ങനെ ആ ഒരു മതവിശ്വാസികളായിട്ട് അവരങ്ങനെ ജീവിക്കുന്നു. നമ്മുടെ നാട്ടിൽ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ പരമാവധി പറയുകയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പരമാവധി മറച്ചു പിടിക്കുകയും ചെയ്ത് വിശ്വാസികളെ ഒരു പോളിഷ്ഡ് ഈമാനും വിശ്വാസമൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. കാരണം ഇന്ത്യ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അവരുടെ കുട്ടികളെ ആ സമൂഹത്തിനൊപ്പം ജീവിക്കാവുന്ന രീതിയിൽ മാത്രമേ വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂ. അതിനനുസരിച്ച് മാത്രമേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളുടെ ഈ പാഷാണത്തിൽ കൃമി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരും, ഇസ്ലാം എന്ന് പറയുന്നത് ലോകം കീഴടക്കേണ്ടുന്ന പ്രത്യയശാസ്ത്രമാണെന്നും ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നത് വരെ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടവരാണ്, ജിഹാദ് ചെയ്യേണ്ടവരാണ്, ആ ജിഹാദിന് പല അർത്ഥങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ കഴിയും, അങ്ങനെ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ഇസ്ലാമിൽ നിന്ന് ജനിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ തൗഹീദ് അല്ലെങ്കിൽ അവരുടെ ഈമാൻ ഈ 6-ാം നൂറ്റാണ്ടിന് സമാനമായ രീതിയിൽ അതിനെ ഇസ്ലാഹിയത്ത് എന്ന് അവർ പറയാം, അതിനെ ആ അർത്ഥത്തിൽ റിവൈവ് ചെയ്തെടുക്കേണ്ടതുണ്ട് എന്നും അതല്ലാത്തതെല്ലാം പുത്തൻവാദമാണ് എന്നും സംസ്കാരങ്ങളോട് കൂടിക്കലരാതെ
വ്യതിരിക്തമായ ഒരു സമൂഹമായി മാറി നിൽക്കണമെന്നും അതിന് മതചിഹ്നങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കണമെന്നും ഒക്കെയുള്ള ശാഠ്യമുള്ളവർ വസ്ത്രധാരണത്തിലും സംസാരത്തിലും സംസർഗത്തിലും സൗഹൃദങ്ങളിലും മതം കലർത്തി മനുഷ്യനെ സാമാന്യമായിട്ടുള്ള ഒരു 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 ബഹുസ്വര സമൂഹത്തിലുള്ള ജീവിതം അസാധ്യമാകുന്ന പ്രത്യയശാസ്ത്രം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ പേരൊക്കെ പതിയെ പതിയെ ഈ ഒരു പൊതു സമൂഹത്തിൻ്റെ രൂപഭാവങ്ങളിലേക്ക് പ്രച്ഛന്നവേഷം ആയിട്ടെങ്കിലും കടന്നു വന്നു. എന്നാൽ വേറെ ചില ആളുകൾ അവർ കനത്ത ശാഠ്യത്തിലാണ്. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്താണോ മുഹമ്മദ് നബി പറഞ്ഞത് അതാണ് ശരി, എന്താണ് മുഹമ്മദ് നബി ചെയ്തത് അത് മാത്രമാണ് ശരി. അതല്ലാത്ത മനുഷ്യർ, അത് അംഗീകരിക്കാൻ എല്ലാ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. അത് അംഗീകരിക്കാത്ത മനുഷ്യരോട് അവരെ ഈ ഇസ്ലാമിൻ്റെ ഫോൾഡിലേക്ക് ഉൾച്ചേർക്കാനുള്ള പ്രയത്നം, ജിഹാദ് തുടങ്ങിയുള്ള പരിപാടികൾ ഓരോ മനുഷ്യൻ്റെയും സാമൂഹിക ബാധ്യതയാണ്, വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുകയും ഇസ്ലാമിക് പൊളിറ്റിക്സിൻ്റെ വക്താക്കളായ ആളുകൾ, അവർ നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആൾക്കാർ എന്ന് പറയും. ഇവരെ നമുക്ക് ചുരുങ്ങിയ ഭാഷയിൽ വഹാബികൾ എന്നോ സലഫികൾ എന്നോ പറയാം. കേരളത്തിലെ സലഫിസത്തിൻ്റെ വകഭേദങ്ങളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും പല പേരിലും പല ഗ്രൂപ്പുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന മുജാഹിദ് എന്ന് നമ്മൾ പൊതുവിൽ പറയപ്പെടുന്ന വിഭാഗവും അതിൽപ്പെടും. തബ്ലീഗ് ജമാഅത്ത് അതിൻ്റെ വേറൊരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്ന ആളുകളോട് എനിക്കൊരു പ്രത്യേക കാർക്കശ്യ സ്വഭാവം ഉണ്ട്. അപ്പോൾ എല്ലാ വിശ്വാസികളെയും ഇസ്ലാമിനെയും ഒരുപോലെയല്ല കാണുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായി കാഴ്ചപ്പാടുണ്ട്. അത് 6-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടു വന്ന് 7-ാം നൂറ്റാണ്ടും 8-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്ത് വ്യാപിച്ച വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫാൻ ക്ലബ്ബ്, ഒരു കൾട്ട്, അതിനെ പൊളിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു 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 ഫാസിസ്റ്റ് ഐഡിയോളജിയാണ്, പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇസ്ലാം. ആ ഫാസിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജി അവിടെ സ്ഥാപിച്ചെടുക്കുന്നതിലേക്ക് മുഹമ്മദ് ഉപയോഗിച്ച ടൂള് മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതവും ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹം ദൈവത്തിൽ നിന്നും അവതരിച്ചു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ റെവലേഷനും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണ്, പ്രവാചകനാണ് എന്ന് ഒരു ജനതയെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയും അത് മുഹമ്മദിൻ്റെ കൃത്യമായ ലക്ഷ്യം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മുഹമ്മദിന് ചുറ്റും കൂടിയ മുഹമ്മദിൻ്റെ ഫാൻ ക്ലബ്ബായിട്ട് വളർന്നു വരികയും പിന്നീട് ആ മുഹമ്മദിനെയും ആ മുഹമ്മദിന് മാത്രം കോണ്ടാക്റ്റുള്ള അള്ളാഹുവിനെയും മുൻനിർത്തി മുഹമ്മദ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ അധിനിവേശവും അതിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം, അതാണ് ഇസ്ലാം. ഇതാണ് എൻ്റെ ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിലെ പല നിയമങ്ങളും ആ കാലഘട്ടത്തിലെ ഗോത്ര നിയമങ്ങളുമായി സമാനമായിട്ടുള്ള നിയമങ്ങളാണ്. അത് ആധുനിക ലോകത്ത് മനുഷ്യർക്ക് എടുത്തുപയോഗിക്കാൻ കഴിയാത്തതോ സ്വീകരിക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിനകത്തുണ്ട്. മാനവിക വിരുദ്ധമാണ്, അത് പിന്നെ എന്താ പറയുക, സ്ത്രീ വിരുദ്ധമാണ്, അസഹിഷ്ണുതയുണ്ട്, ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള മതവിമർശന ശൈലിയാണ് ഞാൻ എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. വലിയ ദീൻ എന്ന് പറയുന്ന എൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞത്, ഒരാൾ മതം ഉപേക്ഷിക്കുക, ഒരാൾക്ക് മതവിശ്വാസം ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരാൾ മതത്തിലാവുകയോ ഹിന്ദു ആവുകയോ ക്രിസ്ത്യാനി ആവുകയോ ചെയ്യട്ടെ, അതിൽ മറ്റൊരാൾ ഇടപെടാത്ത കാലത്തോളം ആ മതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവുന്നില്ല. അതേ സമയത്ത് സ്വന്തം മതത്തിലും സ്വന്തം സമുദായത്തിലുള്ള മറ്റു മനുഷ്യരുടെ ജീവിതത്തിലേക്കും തങ്ങളുടെ മതത്തിനകത്തുള്ളതല്ലാത്ത മറ്റു മനുഷ്യരുടെ, മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ, മതമില്ലാതെ ജീവിക്കുന്നവരുടെ വിശ്വാസത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു കയറുന്ന ഒരു സ്വഭാവം ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിനുണ്ട്. അത്തരം പ്രവണതകൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് മുജാഹിദ് പോലെയുള്ള പ്രസ്ഥാനങ്ങളിലാണ്, വഹാബികളിലാണ്. അപ്പോൾ വിശ്വാസികളെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അർത്ഥത്തിലുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിലപാടുകൾക്ക് അതിലൂന്നി നിന്നുകൊണ്ടുള്ള മതവിമർശനമാണ് വലിയ ദീൻ എന്ന് പറയുന്ന പ്രസന്റേഷനിലൂടെ നമ്മൾ തുടങ്ങുകയും നാളെ ഇതുവരെ നമ്മൾ ചെയ്തു വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിനോടുള്ള പ്രതികരണം വിശ്വാസി സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ്. അടിസ്ഥാനപരമായിട്ട് വിശ്വാസികൾ എല്ലാവരും
ഈ ഒരു പറയുന്ന ഈ ഫാൻ ക്ലബിന്റെ ഭാഗമാണ്. മുഹമ്മദ് എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കണം എന്ന് കണ്ടീഷൻ ചെയ്യപ്പെട്ടവരാണ് ഓരോ വിശ്വാസിയും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയോടുള്ള സ്നേഹം, മുഹമ്മദ് നബിയോടുള്ള ആരാധന, മുഹമ്മദ് നബിയോടുള്ള ഒരു ആരാധന ഇൻ ദ സെൻസ് അത് പ്രാർത്ഥിക്കുക ആരാധിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ ബഹുമാനവും സ്നേഹവും, അതാണ് ഞാൻ പറഞ്ഞത്, പ്രണയം, പ്രിയം, അത് സ്വന്തം ഭാര്യനേക്കാളും ഉമ്മാനേക്കാളും മക്കളെക്കാളും ഒക്കെ വലുതാക്കി വെക്കുക എന്നതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇത് മുഹമ്മദിന്റെ ഫാൻ ക്ലബ്ബാണ് ഞാൻ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് തൻ്റെ അണികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് മുഹമ്മദ് കൊണ്ടുവന്ന മതത്തിലെ ദൈവം ആ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരായിട്ട് അല്ലെങ്കിൽ ആ മതത്തിന്റെ വക്താക്കളായിട്ട് സാധാരണക്കാരായിട്ട് വിശ്വാസിക്കുന്നത് മുഹമ്മദിനെ അവർ എത്ര സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. ഒരാൾ സ്വന്തത്തെക്കാളും തനിക്ക് പ്രിയപ്പെട്ട മറ്റെന്തിനേക്കാളും മുഹമ്മദ് നബിയെ പ്രേമിക്കുന്നത് വരെ സ്നേഹിക്കുന്നത് വരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് നിർബന്ധപൂർവം തൻ്റെ അണികളുടെ സ്നേഹം, ഇഷ്ടവും അതിൽ ഒന്നാമത്തെ ലഭിക്കത്തക്ക തരത്തിലുള്ള ഒരു ഫാൻ ക്ലബ്ബാണ് മുഹമ്മദ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തന്നെക്കാളും തൻ്റെ ഉമ്മാനേക്കാളും വാപ്പാനേക്കാളും മക്കളെക്കാളും അയൽവാസിയെക്കാളും സ്വന്തം കുഞ്ഞുങ്ങളെക്കാളും ഒക്കെ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ ഒരു തലമുറയെ കണ്ടീഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ തലമുറ കൈമാറി ജനിച്ചു വീഴുന്ന കുട്ടികൾ അങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് മതവിമർശനം നടത്തുന്നവർ ലോകത്തെമ്പാടും ഇത്ര കാലം നേരിട്ടിട്ടുള്ളത്. പ്രവാചക നിന്ന ആരോപിച്ച് മനുഷ്യരെ കൊല്ലുന്നതിനും ആളുകളെ കൈകാര്യം ചെയ്യുന്നതിലേക്കും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതിലേക്കും വിമർശിക്കുമ്പോഴത്തേക്ക് ഇതാ നിന്ദിച്ചു എന്ന് നിലവിളിക്കുന്നതിലേക്കും ഒക്കെ വിശ്വാസികളെ കൊണ്ടെത്തിക്കുന്ന മാനസികാവസ്ഥ ഇതാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള കൾട്ട്. ആ കൾട്ടും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ രൂപമായ അല്ലെങ്കിൽ അതിൻ്റെ സായുധ രൂപമായിട്ടുള്ള ജീവിതവും കൂടി ചേർന്നിട്ടുള്ള ഒരു 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 സമ്മിശ്രമായിട്ടുള്ള സാധനമാണ് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്രത്തിനകത്ത് ആ ഒരു വിശ്വാസത്തിനകത്തും അത് മാത്രമാണ് ശരിയെന്നും അതാണ് ഏറ്റവും വലിയ ശരിയെന്നൊക്കെ വിശ്വസിച്ച് അതിൽ ജീവിച്ചു വന്നിരുന്ന ഞാൻ, അത് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ മതത്തിനകത്ത് തന്നെയുള്ള ചില കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മൾ അതിനെ പഠിക്കാൻ തയ്യാറാകുമ്പോൾ, പഠിക്കേണ്ടുന്ന ആവശ്യകത സമൂഹത്തിനകത്തു നിന്ന് തന്നെ ഉയർന്നു വരുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതിൽ ഈ പറയപ്പെടുന്ന ദൈവികതയുടെ അംശമൊന്നും കാണാനില്ല. ഇത് കേവലമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇത് രാഷ്ട്രീയമായ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രതിഭാസമാണ്. അത് വളർന്നു വരുന്നതിൻ്റെ കാരണം ഈ മുഹമ്മദിനോടുള്ള ഒരു അടങ്ങാത്ത ഫാൻ ക്ലബ് കൾട്ട് എന്ന രീതിയിൽ ഒരു കൾട്ട് സ്വഭാവമാണ്. അതിനെ മിലിറ്റന്റ് ഗ്രൂപ്പാക്കി വളർത്തി അതിനെ ആ അർത്ഥത്തിൽ സായുധ വിപ്ലവത്തിലൂടെ ലോകം കീഴടക്കിയതാണ്. ഇതാണ് ഇസ്ലാം. ഇത് മനസ്സിലാക്കാൻ, ഇതിൽ ദൈവികതയില്ല എന്ന് മനസ്സിലാക്കാൻ നിരവധിയായ കാരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ വലിയ ദീനിൽ തൊട്ട് പറയുന്നത്, ഇസ്ലാമിൽ അടിമത്തം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അപ്പം നോക്കൂ, ലോകത്ത് ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ചും അതിൻ്റെ ആശയം അനുസരിച്ചും ലോകത്ത് എന്താ പറയുക 1,25,000-20,000 പ്രവാചകന്മാരെ പറഞ്ഞയച്ച് മനുഷ്യ സമൂഹത്തെ സംസ്കരിച്ച് ഏറ്റവും ഉത്തമ സമുദായമായിട്ട് മുസ്ലിങ്ങളെ വാർത്തെടുക്കുകയായിരുന്നു ആദം നബിയുടെ കാലം തൊട്ട് ഇതുവരെ എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യനായ ആദം തൊട്ട് മുഹമ്മദ് വരെ എത്തി നിൽക്കുന്ന, അതിനിടയിൽ വന്ന 1,20,000 പരം പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന മനുഷ്യ സമൂഹത്തിൽ, ആ മനുഷ്യ സമൂഹത്തിന് ലോകാവസാനം വരെയുള്ള മാർഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഖുർആനും അത് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദും അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ, അദ്ദേഹം ഹജ്ജത്തുൽ വിദായിൽ തൻ്റെ മതപൂർത്തീകരണം പ്രഖ്യാപിക്കുന്നത് വരെയുള്ള ആ മതത്തിൻ്റെ നിയമത്തിലോ അതിനുശേഷം മുന്നോട്ട് പോകുന്ന അതിൽ നിന്നൊക്കെ മുഹമ്മദിൻ്റെ ജീവിതത്തിലൂടെയും ഖുർആനിലൂടെയും ഉരുത്തിരിച്ചെടുക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളിലോ ഈ അടിമത്തം എന്ന് പറയുന്നതിനെ ഒരു തെറ്റായി, ഒരു മോശം കാര്യമായി പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇസ്ലാമായ ഒരംശമില്ലാത്ത. ഓർക്കണം, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് അള്ളാഹു എന്ന് വിശ്വസിച്ചിരുന്നിടത്തുനിന്ന് ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ദൈവം എന്നൊരു ശക്തിയെ ഉണ്ട് എന്ന വിശ്വാസത്തിലിരിക്കെ തന്നെ ഇസ്ലാം ദൈവികമല്ല എന്ന തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുപോയത് ഇസ്ലാം അടിമത്തത്തോട് എന്ത് സമീപനം സ്വീകരിക്കുന്നതാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ചകളും വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും പഠിക്കാനുള്ള ശ്രമങ്ങളും ആശയവിനിമയങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഇവർ പറഞ്ഞിരുന്നത് ഇത് ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു എന്നാണ്. ഇത് ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കുക എന്നത് പോയിട്ട് ആദ്യത്തെ ഘട്ടത്തിൻ്റെ ഒരു പൊട്ട് പോലും എടുത്തു വച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പിന്നീടുള്ള അന്വേഷണത്തിലും പഠനത്തിലും നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അതിനെ തുടർന്ന് ഇസ്ലാമിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് എന്താണ്, എങ്ങനെയാണ് ഇസ്ലാം രൂപീകരിക്കപ്പെടുന്നത്, ഇസ്ലാം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്, ഇസ്ലാം ഈ പറയപ്പെടുന്ന അവകാശവാദങ്ങളുടെയൊക്കെ നിജസ്ഥിതി എന്താണ് എന്ന അന്വേഷണവും അതിൻ്റെ കൂടെ തന്നെ മതം അറിയാവുന്ന, മതം പഠിച്ചിട്ടുള്ള, ഗ്രന്ഥം പഠിച്ചിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംവാദം എന്ന് പറഞ്ഞാൽ വേദി കെട്ടിയിട്ടുള്ള സംവാദമല്ല, നിരന്തരമായിട്ടുള്ള ആശയവിനിമയവും സംശയ ദൂരീകരണത്തിനുള്ള ശ്രമങ്ങളും. അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഇസ്ലാം എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ഇസ്ലാമിനെ, അതായത് നമ്മൾ സാധാരണ വിശ്വാസികൾ പഠിച്ചു വെക്കുന്ന ഇസ്ലാമിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതിനപ്പുറത്തേക്ക് എന്താണ് ഇസ്ലാം എന്ന് സ്വതന്ത്രമായ പഠനത്തിലൂടെ നമ്മൾ കടന്നുപോക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റങ്ങൾ മനസ്സിലാക്കിയ, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം തലയിൽ കയറ്റി വെച്ച ചില ആളുകൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളും പ്രയാസങ്ങളും, അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റെന്തിനേക്കാളും മുഹമ്മദ് നബിയെ സ്നേഹിക്കുക, മതത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മറ്റാരോടും കലഹിക്കുക എന്ന അവരുടെ നിലപാട് ശരിയല്ല എന്ന് പറയുകയും അതിന് ചോദ്യം ചെയ്യുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ വലിയ ദീൻ എന്ന് പറയുന്ന പ്രസൻറ്റേഷനിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ആശയപരമായ വിമർശനം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെയാണ്, മുഹമ്മദ് എന്ന വ്യക്തിക്കെതിരല്ല. മുഹമ്മദ് ഇവിടെ രൂപീകരിച്ചു, അവസാനിപ്പിച്ചു, പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ലോകാവസാനം വരെയുള്ള ഓരോ മനുഷ്യനും സമ്പൂർണമായും പിൻപറ്റണം എന്നും അതുമാത്രമാണ് ശരിയെന്നും അതൊഴികെയുള്ളതെല്ലാം വഴികേടിലാണ് എന്നും പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരാണ് സമരം. അവിടെ മുഹമ്മദ് എന്ന വ്യക്തി പോലും നമുക്ക് എന്തല്ല, പ്രസക്തമല്ല. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുക എന്നത് നമ്മുടെ ഉദ്ദേശമല്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ മുഹമ്മദിനെ വിമർശിക്കേണ്ടി വരുന്നത്, അതിലേക്കാണ് വരുന്നത്. കയ്യിലുള്ള പുസ്തകം വെച്ചിട്ട് മുഹമ്മദ് എന്ന പ്രവാചകനിലൂടെ രൂപീകരിക്കപ്പെട്ട ഇസ്ലാം, അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ദിവ്യഗ്രന്ഥം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഖുർആനിനെ മാനകമാക്കി വെച്ചുകൊണ്ട് മറ്റു മനുഷ്യർക്ക് മാർക്കിടുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് ഇവിടുത്തെ ഇസ്ലാമിക് ദഅവ സംഘങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ഇസ്ലാമിക പ്രബോധനത്തിനോ ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള സംസ്കരണത്തിനോ വേണ്ടിയിട്ട് ഇവർ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളിൽ അവ്യക്തമായതും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും വിളിച്ചു പറയുമ്പോൾ, മുസ്ലിങ്ങളായ വിശ്വാസികളെ പ്രാഥമികമായും ഇസ്ലാമിന് പുറത്തുള്ള സമൂഹങ്ങളെ രണ്ടാമതായിട്ടും ഇവർ കബളിപ്പിക്കുമ്പോൾ, ഇസ്ലാമിലേക്ക് ആളുകളെ ചേർക്കുന്നതിലേക്കും ഇസ്ലാമിൽ നിൽക്കുന്നവർ ഇസ്ലാമിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നതിലേക്കും വിശ്വാസി സമൂഹത്തെയും വിശ്വാസത്തിന് പുറത്തുള്ള സമൂഹത്തെയും ഒരുപോലെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക ദഅവ സംഘങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പോൾ, അതിനുവേണ്ടി അവർ സമൂഹത്തിലുണ്ടാവുന്ന ഒരു സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള പരിഭാഷകൾ, പ്രഭാഷണങ്ങൾ, സംവാദങ്ങളൊക്കെ നടത്തുമ്പോൾ അവരുന്നയിക്കുന്ന വാദഗതികൾ, അവരുന്നയിക്കുന്ന ന്യായങ്ങൾ, അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നി. ഇതെന്താണ് ഏതാണ് എന്നറിയാതെ ഇസ്ലാമിനകത്ത് അകപ്പെട്ടു പോയ, ഇസ്ലാമിൻ്റെ ഈ ഒരു ഭയത്തിലധിഷ്ഠിതമായ ഈ വിശ്വാസത്തിന് അടിപ്പെട്ടു പോയ മനുഷ്യർക്ക് എന്താണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് അവരോട് സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക, ഇത് രണ്ടുമാണ് ഞാൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്, എന്ത് ശൈലി സ്വീകരിക്കണം, ഏത് തരത്തിലുള്ള ഭാഷ സ്വീകരിക്കണം എന്ന കാര്യത്തിലൊക്കെ എനിക്കൊരു ധാരണ വരുന്നതും, ആ അർത്ഥത്തിൽ തന്നെ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ ഏറ്റവും മാന്യമായ രീതിയിൽ കാര്യങ്ങളെ, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ അത് തന്നെയാണ് നിരന്തരമായിട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനിടയിൽ ചില ആളുകൾക്ക് ചില ഡോസ് കൂട്ടി കൊടുക്കേണ്ടി വരും. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായിട്ട് അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന അൺമാസ്കിംഗ് എത്തീസം, അതായത് നിരീശ്വരവാദത്തിൻ്റെ മുഖം മൂടി വലിച്ചു കീറാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയും ഫേസ്ബുക്ക് ഗ്രൂപ്പും, അതുപോലെ അവർ പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും,
അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അവരുടെ കുറേ ചർച്ചകളൊക്കെ ഉണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള ചർച്ചകളാണ്, വളരെ തമാശയാണ്, സമയം പോക്കിനൊക്കെ കേട്ടിരിക്കാവുന്ന ചർച്ചകളൊക്കെ അതിനകത്തുണ്ട്. അതിൽ ഞാൻ കേട്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് ഇസ്ലാമിക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷുക്കൂർ വരിക്കോടൻ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഒരു ഭാഗത്ത് നടന്നു പോകുമ്പോൾ വിമർശകർ ഇവരെ എൻഗേജ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് UA ടീമിനെ നേരിട്ട് എൻഗേജ് ചെയ്യുന്നില്ല, അവരോട് എൻഗേജ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി വിമർശകരെ ഒന്ന് അതിലേക്ക് വലിച്ചെടുക്കാനും, വിമർശകർ സാമാന്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനം, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആളുകൾ ഏറ്റവും സൗമ്യവും മാന്യവും ഏറ്റവും സാമൂഹിക പ്രസക്തിയുള്ളതുമായ വിഷയങ്ങൾ, മൂല്യന്മാർ പറയുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണം എന്ന രീതിയിൽ മാത്രം മതവിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ മറുപടിയൊന്നുമില്ല, അവർ നമ്മളുടെ എല്ലാ വാദങ്ങൾക്കും മറുപടി തന്നു കഴിഞ്ഞു, ഇനി നമുക്ക് കയ്യിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണ് അടിച്ചു വന്നപ്പം, അതേപോലെ തന്നെ ഇവരുടെ ഡയലോഗ് എന്ന് പറയുന്ന പരിപാടിയിൽ എല്ലാ വിമർശനങ്ങളെയും മുനയൊടിച്ചു കളഞ്ഞു, ഇപ്പോൾ വിമർശകരെ ഒന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ അൺമാസ്കിംഗ് നവതാഴി എന്ന് പറയുന്ന പരിപാടി തുടങ്ങുന്നത്. ആ പരിപാടി തുടങ്ങി അതിലവർ പറഞ്ഞ വിമർശകരുടെ വർത്തമാനം എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്ത ഒരു പോഡ്കാസ്റ്റിൽ അവർ പറഞ്ഞ ഒരു 3-4 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തത്, അറിയാവുന്നവർക്കറിയാം, ഞാൻ ആദ്യം ചെയ്തത് അവർക്ക് മറുപടി കിട്ടുന്നില്ല എന്ന നിലവിളി പരിഗണിക്കുന്നു. അവർക്ക് മറുപടി പറയാൻ വേണ്ടി നമ്മൾ ഒരു പ്രത്യേക പരമ്പര തുടങ്ങുന്നു. അൺമാസ്കിംഗ് നവതാഴി എന്നാണ് പരമ്പരയുടെ പേര്. ഇത് പറയുന്നു, നമ്മൾ ആ പരിപാടി തുടങ്ങുന്നു. അപ്പോൾ ആ പരിപാടിയിൽ അതിനൊരു സാമ്പിൾ എന്ന രീതിയിലാണ് ഈ പറയുന്ന ഇവരുടെ വിമർശകരുടെ വർത്തമാനം എന്ന സീരീസിൽ നിന്ന് ഒരു നുണ നമ്മൾ എടുത്തത്. അവർ പറയുന്ന ഒരു അബദ്ധം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം, തെറ്റായി വ്യാഖ്യാനിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം. അത് സൂറത്ത് തൗബയിലെ 9-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനമായിരുന്നു. അത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്ന് കാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കളവിനെ മറ്റൊരു തരത്തിൽ ഇവർ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത് ഞാനൊരു സാമ്പിളായിട്ട് എടുത്തു. എങ്ങനെയാണ് വിമർശകർക്ക് മറുപടി പറയുന്നു എന്ന രീതിയിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർ വിശ്വാസി സമൂഹത്തെയും പുറത്തുള്ള സമൂഹത്തെയും കബളിപ്പിക്കുന്നത് എന്നത് ഉദാഹരണ സഹിതം സന്ദർഭം സാഹചര്യമൊക്കെ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലെ ആ ചോദ്യത്തിൻ്റെ കൃത്യമായ ഒരു കുരുക്ക് മനസ്സിലാക്കിയതിന് ശേഷം അബ്ദുൽ അബ്ബാസും ടീമും എന്ത് ചെയ്തു, അവർ മറ്റൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ പറഞ്ഞത് സൂറത്ത് തൗബയിലെ യുദ്ധസന്ദർഭം എന്ന് പറയുന്നത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, അത് വാസ്തവത്തിൽ തൗബയല്ല, അത് ബക്കറയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് മറുപടി കൊടുത്തു, ബക്കറയാണെങ്കിൽ ബക്കറയിലെ 191 അവതരിച്ചത് ഏത് യുദ്ധസന്ദർഭം, അതേപോലെ തന്നെ തൗബയിലേത് കരാർ ലംഘനമായിരുന്നു എന്നാണ്, കരാറാണെങ്കിൽ ഏത് കരാർ, ഈ 2 ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിലും കുരുങ്ങി. അപ്പോഴോ ഇവർ മറ്റൊരു സാമാന്യമായിട്ടുള്ള യുക്തി എടുത്തു. ആ യുക്തിയിൽ 2 കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാവാതെ അല്ല നമ്മൾ ഈ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തത്, എന്തുകൊണ്ട് എൻഗേജ് ചെയ്തു എന്നും എന്താണ് നമ്മൾ ഇന്നലെ ആ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട്, ആ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എന്നും അതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കുമെന്നും വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വിശ്വാസികളാണ് ഇന്നെൻ്റെ ഓഡിയൻസ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ ഇവർ ആദ്യം എന്താ പറയുക, അപ്രധാനമായിട്ടുള്ള എൻ്റെ ഒരു നാക്കുപിഴ എടുത്തുകൊണ്ട് ഒന്ന് അലക്കാൻ ശ്രമിച്ചു. അതിന് മറുപടി കൊടുത്തു. അതിൽ അത്രയേ ഉള്ളൂ, പരിഗണിക്കേണ്ടതൊന്നും ഇല്ലാത്തത് കൊണ്ട് പരിഗണിച്ചു. അപ്പം ഞാൻ വീണ്ടും ഇവരെ സൂറത്ത് തൗബയിലേക്ക് വലിച്ചഴക്കുന്നു എന്നവർക്ക് മനസ്സിലായപ്പോൾ സൂറത്ത് തൗബയുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കളവ് പറച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ കള്ളി വെളിച്ചത്താകും എന്ന് വന്നപ്പോൾ അവർ ഇസ്ലാം വിമർശകരൊക്കെ മുസ്ലിം വെറുപ്പുള്ളവരാണെന്നും മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നവരാണെന്നും മുഹമ്മദ് നബിയെ മോശക്കാരനാക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നവരാണെന്നും മുഹമ്മദ് നബിയെ തെറി പറയുന്നവരാണ് എന്നുമുള്ള ഇവരുടെ പൊതുപ്രചാരണത്തിന് തെളിവുണ്ടാക്കാൻ വേണ്ടി മുഹമ്മദിൻ്റെ ലൈംഗികതയിലേക്ക് ഇവർ നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. തുടക്കം മുതൽ നമ്മൾ പറഞ്ഞു, നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. മുഹമ്മദ് നബി അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഇത് നമ്മളെ താല്പര്യമുള്ള മേഖലയല്ല. പക്ഷെ അവർ എൻ്റെ ഫോട്ടോയും വെച്ച് മറ്റു ചില ആളുകളുടെ ഫോട്ടോയും വെച്ച് ഒക്കെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് അതിന് മറുപടി പറയേണ്ടത് എൻ്റെ ബാധ്യതയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ തോട്ടത്തിലെ കേസിൽ എൻഗേജ് ചെയ്തതും അബ്ദുൽ അബ്ബാസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാരണങ്ങളും കളവുകളും കോട്ടിമാട്ടലുകളും തുടർച്ചയായിട്ട് അതിൽ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നതും, മനഃപൂർവ്വം ഒരാൾ ബോധപൂർവം കളവ് പറയുകയും കള്ളത്തരം കാണിക്കുകയും ചെയ്യുമ്പോൾ സത്യവിശ്വാസം എന്ന ഒരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് ശുദ്ധമായ കളവും കാപട്യവും നുണയും ഒരു ഉളുപ്പില്ലാതെ പറയുമ്പോൾ അതിനോടുള്ള ഒരു ആത്മരോഷം എനിക്കുണ്ട്. ആ ആത്മരോഷമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഘട്ടത്തിൽ
നമുക്ക് പല കിതാബുകൾ എടുക്കേണ്ടി വരും. നമുക്ക് താല്പര്യമില്ലാത്ത പല കിതാബുകൾ എടുക്കേണ്ടി വരും. നമുക്ക് പറയാൻ താല്പര്യമില്ലാത്ത പല കഥകളും മുഹമ്മദിൻ്റെതായ ജീവിതത്തിൽ നിന്ന് കിതാബുകളിൽ എഴുതി വെക്കപ്പെട്ട പല കഥകളും വലിച്ച് പുറത്തുവിടേണ്ടി വരും. അത്തരം ഒരു നിർബന്ധിത സാഹചര്യത്തിലൂടെയാണ് മുഹമ്മദിൻ്റെ തോട്ടത്തിലെ കഥയും മുഹമ്മദിൻ്റെ ഉമ്മുഹാനിയുമായി ബന്ധപ്പെട്ടുള്ള കഥയും മുഹമ്മദിൻ്റെ ലൈംഗിക വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഇവർ എല്ലാത്തിലും മാതൃകയാണ് എന്നും ധാർമ്മികത എന്നാൽ സദാചാരം എന്നാൽ അത് ലൈംഗികതയുമായി ബന്ധപ്പെടുത്തി മാത്രം വിശദീകരിക്കാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് മുഹമ്മദ് ആണ് എല്ലാ കാര്യത്തിലും മാതൃക എന്ന് പറയുന്നവർക്ക് മുഹമ്മദിൻ്റെ ലൈംഗിക ദാമ്പത്യ ജീവിതങ്ങൾ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാലുള്ള സദാചാരം, ഇതൊക്കെ ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രമല്ല, അത് പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ പോലും കഴിയാത്ത അത്രയും മലിനമാണ് എന്നും അതത്രയും മോശമായിട്ടുള്ള കഥകൾ അടങ്ങിയിട്ടുള്ള ചരിത്രമാണ് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഉത്തമമായ ബോധ്യമുള്ള എനിക്ക് അവരോട് ആദ്യം 1, 2, 3 വട്ടം മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് തബക്കാത്തുൽ കബീറിലെ കഥകൾ ഞാൻ വായിക്കേണ്ടി വന്നത്. മുഹമ്മദ് അല്ലാതെ തോട്ടത്തിൽ പോയതോ മുഹമ്മദ് മൂത്താപ്പാൻ്റെ മോളുടെ പിന്നാലെ നടന്നതൊന്നും നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായ വിഷയമല്ല. അത് ഇന്നത്തെ കാലത്ത് പ്രസക്തവുമല്ല. അതുകൊണ്ടാണ് ഞാൻ പലവട്ടം അത് പറഞ്ഞത്. പിന്നെയും അതിൽ തന്നെ നമ്മൾ വലിച്ചിടാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ മുഹമ്മദ് നാറിയാലും കുഴപ്പമില്ല, സൂറത്തു തൗബയുടെ പരിക്ക് അത് ചെറിയ പരിക്കല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂറത്തു തൗബയുടെ വിമർശകർ അല്ലെങ്കിൽ വിമർശനത്തോട് എല്ലാ കാലത്തെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾ കാണിക്കുന്ന ഒരു തട്ടിപ്പാണിത്. യുദ്ധസന്ദർഭം എന്ന് പറയുക, എന്നിട്ട് യുദ്ധസന്ദർഭമാണെങ്കിലും അവിടെ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ അങ്ങോട്ട് ആക്രമിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഇങ്ങോട്ട് എന്ത് ചെയ്തോ അത്ര ആരെങ്കിലും അങ്ങനെ നുണ പറഞ്ഞിട്ട് മറ്റൊരു സന്ദർഭത്തിലുള്ള ഖുർആൻ വചനവുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടി ന്യായീകരിച്ച് ഒപ്പിച്ച് ആളുകളെ പറ്റിച്ച് കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പരിപാടി, അത് അബ്ദുള്ള അബ്ബാസിനെ പറ്റിയ അബദ്ധമല്ല. ഇത് ഇന്റർനാഷണൽ ദാഴികൾ ചെയ്യുന്ന ശുദ്ധമായ കാപട്യമാണ്. അവർക്ക് അറിയാതെ പറയുന്നതോ നാക്ക് പഴയോ അബദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ അറിയാതെ മാറിപ്പോകുന്നൊന്നല്ല, നുണ പറയുന്നതാണ് കൃത്യമായിട്ട്. അതിന് സൂറത്തു തൗബയിലെ 5-ാം വചനം വിശദീകരിക്കാൻ വേറെ ഒരു ന്യായവും നിൽക്കില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് സൂറത്തു തൗബയിലെ 191 അതായത് അതിൻ്റെയും 2 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിലേക്ക് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇതെന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടെ നാറിക്കഴിഞ്ഞാൽ MM അക്ബർ നാറും, മുജാഹിദ് ബാലുശ്ശേരി നാറും, എല്ലാവരും നാറും. കാരണം ഇവരൊക്കെ നുണ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വരുന്ന സകല മനുഷ്യരും സൂറത്തു തൗബയിൽ ഒരു തവണയെങ്കിലും മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോഴെല്ലാം ഇവരെല്ലാവരും പറഞ്ഞ ന്യായം തന്നെയാണ് അബ്ദുള്ള അബ്ബാസിൽ ആദ്യം പറഞ്ഞത്. അപ്പൊ അതിനാണ് നമ്മൾ കൃത്യമായ ചില ചോദ്യങ്ങൾ അബ്ദുള്ള അബ്ബാസിനോട് ചോദിക്കുമ്പോൾ അബ്ദുള്ള അബ്ബാസിൽ ഉത്തരം പറയേണ്ടി വരും എന്ന ഘട്ടത്തിലാണ് അത് അബദ്ധം പറ്റിയതാണ്, ആയത്ത് മാറിപ്പോയതാണ് എന്ന തന്ത്രം പ്രയോഗിച്ചത്. അത് ആയത്ത് മാറിയതല്ല എന്നും അബദ്ധം പറ്റിയതല്ല എന്നും ഇന്റർനാഷണൽ ദാഴിമാർ സ്ഥിരം എടുക്കാറുള്ള നമ്പറാണ് എന്നും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അലിയാർ കാസിമിൻ്റെയും MM അക്ബറിൻ്റെയും ഇന്റർനാഷണൽ ദാഴിയായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്ന നാഷണൽ ദാഴിയായിട്ട് മുമ്പ് വിലസിയിരുന്ന സാക്കിർ നായിക്കിൻ്റെയും ഉൾപ്പെടെയുള്ള വീഡിയോകൾ കാണിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി തെളിവ് വെച്ചു, ഇത് അബ്ദുള്ള അബ്ബാസിന് അബദ്ധം പറ്റിയതല്ല, ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാപട്യമാണ്, ഒരു കളവാണ്. അതുകൊണ്ട് അവിടെയും നമ്മൾ അബ്ദുള്ള അബ്ബാസിനെ കൃത്യമായ ചില ചോദ്യങ്ങൾ പിൻ പോയിന്റ് ചെയ്തപ്പോൾ അബ്ദുള്ള അബ്ബാസിൽ ഗത്യന്തരമില്ലാതെയാണ് ജൗനിൻ്റെ തോട്ടത്തിലേക്ക് ഓടിപ്പോയത്. ഇത് ഞാൻ ഇന്നലെ വിശദീകരിച്ചതാണ്, ഞാൻ ഇന്ന് പറയാൻ വരുന്ന സംഭവം. അപ്പം ജൗനിൻ്റെ തോട്ടത്തിൽ കയറി ഇരുന്നിട്ട് അവിടെ ഒരു വാദഗതി ഉന്നയിക്കാൻ മുഹമ്മദ് നബി ഭയങ്കര മാന്യനായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തോട്ടത്തിൽ പോയിട്ട് അവിടെ കൊണ്ടുവരപ്പെട്ടത് കല്യാണം കഴിച്ച പെൺകുട്ടിയായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ കൗണ്ടർ ചെയ്യണം. കാരണം അദ്ദേഹം പറയുന്നത് കളവാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന ഹദീസുകൾ ഏറ്റവും മോശമായ ഹദീസുകളാണെന്ന് അവർക്കറിയാം. അപ്പം അത്തരം മോശമായ ഹദീസുകൾ നമ്മളെ കൊണ്ട് വലിച്ചിട്ട് വായിപ്പിച്ച് അത് വിശദീകരിച്ച് ദാ കണ്ടോ ലിയാഖത്ത് മുഹമ്മദിനെ നിന്ദിക്കുന്നു, കാണുന്നില്ലേ വിശ്വാസികളെ, നിങ്ങൾ കേൾക്കുന്നില്ലേ വിശ്വാസികളെ, നമ്മൾ നമ്മളെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പ്രവാചകനെ ഇക്കോലത്തിൽ ചീത്ത പറയുന്നവനാണ് ഈ ലിയാഖത്ത്, ഇവൻ്റെ വീഡിയോ നിങ്ങൾ എങ്ങനെ കേൾക്കും, എങ്ങനെ കാണും, ഇവർ പറയുന്നത് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെയുള്ള കള്ളക്കഥ മെനയാൻ വേണ്ടി അബ്ദുള്ള അബ്ബാസിൽ ഉണ്ടാക്കിയ ഗൂഢതന്ത്രമായിരുന്നു ജൗനിൻ്റെ തോട്ടം. 2, 3, 4 തവണയൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ അബ്ദുള്ള അബ്ബാസിൻ്റെ പുറകെ ജൗനിൻ്റെ തോട്ടത്തിൽ കയറിയത്. അബ്ദുള്ള അബ്ബാസിനോട് പറഞ്ഞു, ജൗനിൻ്റെ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വാ, നമുക്ക് യുദ്ധക്കൾ ആദ്യം തീരുമാനാക്കാം,
സൂറത്തു തൗബ തീരുമാനമാക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ മാത്രം യുദ്ധക്കളത്തിലേക്ക് പോകാം, തോട്ടത്തിലേക്ക് പോകാം. ഇനി അതല്ലെങ്കിൽ അബ്ദുള്ള അബ്ബാസിൽ നേരിട്ടുള്ള സംവാദത്തിന് വാ. ഒരു സംവാദത്തിന്റെ രൂപത്തിൽ അത് നമുക്ക് ചുരുക്കി അവതരിപ്പിക്കാം. ഇതൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ പരസ്യമായിട്ട് ജൗനിന്റെ തോട്ടം, ഇവൻ ജൗനിന്റെ തോട്ടത്തിൽ നിന്ന് കൊന്നാലും പുറത്തോട്ട് വരില്ല. നമുക്ക് ജൗനിന്റെ തോട്ടത്തിൽ കയറല്ലാതെ വേറെ എന്താ മാർഗം? ജൗനിന്റെ തോട്ടത്തിൽ കയറുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ജൗനിന്റെ തോട്ടത്തിലെ കഥ, ഇവൻ പറഞ്ഞ നുണകൾ പൊളിക്കാൻ വേണ്ടി ആവശ്യമായ ഗ്രന്ഥങ്ങൾ എടുക്കേണ്ടി വരും. ഗ്രന്ഥങ്ങൾ എടുക്കുമ്പോൾ അബ്ദുള്ള അബ്ബാസിൽ പലപ്പോഴും പറയാറുള്ളത് പോലെ അതിന്റെ തൊട്ട് മുമ്പത്തെ 3-4 സംഭവം, തൊട്ട് താഴത്തെ 3-4 സംഭവം നമ്മൾ വായിക്കേണ്ടി വരും. നിങ്ങൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഇതൊന്നും പറഞ്ഞ് മുഹമ്മദിനെ ആക്ഷേപിക്കേണ്ട ഉദ്ദേശം. കാരണം മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിൽ ആ ഗോത്രകാലത്ത് ഈ യുദ്ധവും കൊള്ളയും കാര്യങ്ങളായിട്ട് നടക്കുന്നതിനിടയിൽ ആകെ ഉണ്ടാവുന്ന ആനന്ദവേളകൾ അല്ലെങ്കിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ മുഹമ്മദ് ചെയ്തിരുന്ന കലാപരിപാടികൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ കുത്തിയിരുന്ന് അദ്ദേഹത്തിൻ്റെ പരദൂഷണം പറയേണ്ട കാര്യം നമുക്കുണ്ടോ? അദ്ദേഹത്തെ മോശക്കാരനാക്കാരൻ്റെ കാര്യം നമുക്കുണ്ടോ? ഇല്ല. ജൗനിന്റെ തോട്ടത്തിൽ പോയത് ഇന്നത്തെ കാലത്തെ മുസ്ലിങ്ങളെ എങ്ങനെയും ബാധിക്കുമോ? ഇന്നത്തെ മനുഷ്യരെ ബാധിക്കുമോ? ഇല്ല. വേറെ ഏതോ പെണ്ണിന്റെ തലയിൽ കയറി മടിയിൽ കിടന്ന് തല വെച്ച് കൊടുന്ന് പേ നോക്കാൻ കിടന്നത് ഇനിയിപ്പോൾ വേറെ ഏതോ പെണ്ണ് പറഞ്ഞാൽ അമ്മായി അറിഞ്ഞു വരും. അപ്പൊ ഈ പല പോക്കുവരവുകൾ ഉണ്ടായിരുന്ന ഒരു മുഹമ്മദ്, ആ പോക്കുവരവിന്റെ കഥകൾ കിതാബിൽ എഴുതി വെച്ച മഹാന്മാര്, ഈ കഥകളൊക്കെ ഉള്ള കിതാബിൽ നിന്ന് ഒരു പേജിൽ നിന്ന് ഇവരൊരു ന്യായം കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താ? ആ കിതാബിനെ കൊണ്ട് വായിപ്പിക്കാനല്ലേ? എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ മുഹമ്മദിന്റെ ഈ തരം കാര്യങ്ങളൊക്കെ? നിങ്ങൾ എവിടെയെങ്കിലും മുഹമ്മദിന്റെ ഒരു സ്ത്രീലമ്പടനായിരുന്നു എന്നോ അല്ലെങ്കിൽ മുഹമ്മദ് ഇങ്ങനെ ഒരു കാമഭ്രാന്ത് എന്നുള്ള വാക്കൊക്കെ പറയാവുന്ന തരത്തിലുള്ള ആളായിരുന്നു എന്നൊക്കെ ഞാൻ എൻ്റെ വായ കൊണ്ട് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെന്നെ കൊണ്ട് പറയിപ്പിക്കലായിരുന്നു ബാസിലിന്റെ ദൗത്യം. അപ്പൊ ആ ബാസിലിന് എങ്ങനെ ശ്രമിച്ചിട്ടും അതിലേക്ക് ഞാൻ എത്തുന്നില്ല. ഞാൻ കൃത്യമായും മാന്യമായും തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എത്രയൊക്കെ കഴിഞ്ഞാലും നമുക്ക് അവസാനം കിതാബ് എടുത്ത് വായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിനെ പരസ്യ സംവാദത്തിന് വിളിച്ചത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂടിയിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് ആവശ്യമെങ്കിൽ പുറത്തു വിടാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ലൈവ് വേണം, ലൈവ് പോട്ടെ, ഒറ്റ സിറ്റിങ്ങിൽ തീർക്കാം എന്ന് പറഞ്ഞത് അബ്ദുള്ള അബ്ബാസിന് പറ്റൂല. ഇത് അസിമെട്രി നടത്തി റൂമും കേരളവും മലയാളികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ലിവിങ് റൂമും ഒക്കെ വൃത്തികേടാക്കിയാലേ അബ്ദുള്ള അബ്ബാസിന് പറ്റുള്ളൂ എന്നായി. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ നമ്മൾ അബ്ദുള്ള അബ്ബാസിനെ തോട്ടത്തിൽ കയറി കുത്തി പുറത്ത് ചാടിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മളുടെ ലൈവ് ഷെഡ്യൂൾ ചെയ്തതിന് വെച്ചതിന് ശേഷം അബ്ദുള്ള അബ്ബാസിൽ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ അബ്ദുള്ള അബ്ബാസിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ജൗനിന്റെ തോട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ അവസാനിപ്പിക്കുകയാണ് പോലും. ഞാനുമായിട്ട് സംവാദത്തിന് വരാൻ ആൾക്ക് താല്പര്യമില്ല പോലും. സംവാദത്തിന് വരാതിരിക്കാനുള്ള അബ്ദുള്ള അബ്ബാസിന്റെ കാരണം ബഹുരസമാണ്. കാരണം അബ്ദുള്ള അബ്ബാസിൽ പല്ല് ഡോക്ടറല്ലേ, എനിക്ക് അത്രയും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ എന്നാണ്. എൻ്റെ അക്കാദമിക നിലവാരമില്ലായ്മയോ എൻ്റെ PG ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഒന്നിലധികം PG സർട്ടിഫിക്കറ്റോ ഡോക്ടറേറ്റോ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് നിലവാരമില്ല പോലും. അതുകൊണ്ട് അബ്ദുള്ള അബ്ബാസിൽ എനിക്ക് മറുപടി പറയാൻ ഓൺലൈനായിട്ട് മാത്രമേ വരൂ പോലും. അവരുടെ ഇതിലാണെങ്കിൽ സൂം മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര നിലവാരമാണ്, ഒരു ഓക്കെയാണ്, ഒരു വ്യവസ്ഥാപിതമായ സമയമൊക്കെ നിശ്ചയിച്ചുള്ള സംവാദത്തിന് തയ്യാറാണ്. പക്ഷെ ഓഫ്ലൈനിക്ക് വരൂല. അപ്പൊ നമ്മൾ പറഞ്ഞു ജൗനിന്റെ തോട്ടത്തിൽ കുത്തിയിരിക്കുന്ന കാലത്തോളം മുഹമ്മദ് നാറിക്കൊണ്ടിരിക്കും. മുഹമ്മദിന്റെ കഥകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തിടേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ മുഹമ്മദിന്റെ എല്ലാ കഥകളും പുറത്തിയാടി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള നാറിയ കഥകൾ ഇതോടെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതിനേക്കാളും മ്ലേച്ഛമായ തരത്തിൽ ഇതേ സംഭവങ്ങൾ വേറെ സ്ഥലങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന അബ്ദുള്ള അബ്ബാസിലിന് തോട്ടത്തിലിരിക്കുന്നത് പന്തിയല്ല എന്നും അബ്ദുള്ള അബ്ബാസിലിന് വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള കൃത്യമായ പ്രഷർ വന്നു, നീ തോട്ടത്തിൽ നിന്ന് ഇറങ്ങുക അല്ലെങ്കിൽ സംഗതി കയ്യിൽ നിന്ന് വിട്ടുപോകും എന്ന്. അതുകൊണ്ട് മാത്രം അബ്ദുള്ള അബ്ബാസിൽ തോട്ടത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നും അതേസമയത്ത് ലിയാക്കത്ത് വെല്ലുവിളിച്ചതിന് മറുപടി പറയാനൊന്നും ഇല്ല എന്നും ലിയാക്കത്തിൻ്റെ 10,000 25,000 എനിക്ക് വേണ്ട, ലിയാക്കത്തിന് വിവരം വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് അവനോട് സംവദിച്ചാൽ ശരിയാവില്ല, സ്റ്റേജിൽ കയറി സംവദിച്ചാൽ ശരിയാവില്ല, സൂം മീറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് നോക്കാം എന്നാണ് അബ്ദുള്ള അബ്ബാസിൻ്റെ അവസാനത്തെ വാദം. ആ വീഡിയോ കേൾക്കുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസത്തോടു കൂടി നമ്മൾ തോട്ടത്തിലെ പരിപാടി അവസാനിപ്പിക്കും. കാരണം ഞാൻ ഒരു ദിവസം ബുക്കുമായിട്ട് തോട്ടത്തിലേക്ക് കയറിയാൽ അബ്ദുള്ള അബ്ബാസിന് പിന്നെ തോട്ടത്തിൽ നിൽക്കാൻ കഴിയില്ല.
അബ്ദുള്ള ബാസിൽ പിന്നെയും തോട്ടത്തിൽ പെനയാൻ ശ്രമിച്ചാൽ വിശ്വാസികൾ സമ്മതിക്കില്ല. കാരണം കിതാബുകൾ വേറെയുണ്ട്. അപ്പം അതുകൊണ്ട് അബ്ദുള്ള ബാസിൽ നിർബന്ധിതമായി ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ. അതേസമയത്ത് ആ കാര്യത്തിൽ ഒരു വ്യക്തത വേണം. അത് പരസ്യമായി സംവദിച്ച് തീരുമാനമാക്കണം. ലിയാക്കത്ത് നുണ പറയുന്നതാണ്, ലിയാക്കത്ത് സന്ദർഭത്തിനനുസരിച്ച് മാറ്റി മാറ്റി പറഞ്ഞു എന്ന വാദം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് നമ്മൾ കൊടുത്ത ഇനാം സ്വീകരിച്ച് നമ്മൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പോഴും അബ്ദുള്ള ബാസിൽ നേരിട്ടൊരു സംവാദത്തിന് വരാൻ തയ്യാറല്ല. അതിൻ്റെ കാരണം അബ്ദുള്ള ബാസിൽ പറഞ്ഞത് എനിക്ക് അതിനുള്ള യോഗ്യതയില്ല പോലും. 10 വർഷത്തെങ്കിലും പ്രവൃത്തി ഇസ്ലാം വിമർശന മേഖലയിലുള്ള ജബ്ബാർ മാഷൊക്കെ ആണെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു എന്നാണ് അബ്ദുള്ള ബാസിലിന്റെ വാദം. ഇങ്ങനെയാണ് ഇപ്പൊ ആ കഥ അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തോട്ടത്തിൽ അബ്ദുള്ള ബാസിൽ ഇപ്പൊ എനിക്ക് എന്നോട് സംവദിക്കാൻ താല്പര്യമില്ല. കാരണം എനിക്ക് അബ്ദുള്ള ബാസിലിന്റെ അത്രയും യോഗ്യത ഇല്ല എന്ന് അബ്ദുള്ള ബാസിൽ വിചാരിക്കണമെങ്കിൽ പിന്നെ നമ്മൾ ആളെ നിർബന്ധിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എൻ്റെ 25,000 സേവായി, അത്രയേ ഉള്ളൂ. പക്ഷെ തോട്ടത്തിലെ കഥ നമ്മൾ പറഞ്ഞതും അബ്ദുള്ള ബാസിൽ പറഞ്ഞത് അവിടെ തന്നെ ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് ഇരുപക്ഷവും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ലിയാക്കത്തിന് ജയ് വിളിക്കുന്നവർക്ക് അത് ചെയ്യാം, ബാസിലിന് ജയ് വിളിക്കുന്നവർക്ക് അത് ചെയ്യാം. വസ്തുതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് 2 ഭാഗവും പറയുന്നത് പൂർണ്ണമായും കേട്ട് നിങ്ങളുടെ സാമാന്യ യുക്തിയും ബുദ്ധിയും കൂടി ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് ആരാണ് കള്ളം പറയുന്നത്, ആര് പറയുന്നതാണ് വസ്തുത, ആര് പറയുന്നതാണ് കിതാബിനോട് ചേർന്ന് പോകുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടത്താനുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. അപ്പൊ ബാസിലും തോട്ടവും മുഹമ്മദ് നബിയും അതുമായി കഴിഞ്ഞു. ഇനി എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്, നിഷ്കളങ്കരായ വിശ്വാസികൾ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പറയപ്പെടുന്ന പൊളിറ്റിക്സും ഈ ദഅവാ പ്രവർത്തനവും ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമവും ഈ എന്താ പറയുക സ്പോൺസേഡ് ദാഴി പരിപാടികളും ഒന്നുമില്ലാത്ത ഇതര മതസ്ഥരെ ആക്ഷേപിച്ചിട്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ചതിൻ്റെ കാരണം നരകത്തിൽ പോകുന്നു, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് സുന്നത്ത് വയ്ക്കണം എന്നൊക്കെ പറയുന്ന മ്ലേച്ഛന്മാരുടെ ഈ ദാഴികളുടെ നിലവാരത്തെ തള്ളിക്കളയുന്ന, അവരെ അംഗീകരിക്കാത്ത, സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന, സമാധാനത്തോടു കൂടി നമ്മുടെ നാട്ടിൽ എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ അവരുടെ ആരാധനാ കർമ്മങ്ങൾ അവരുടെ സംസ്കാരം എന്ന രീതിയിൽ അവർ ഓത്തും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരുടെ മനസ്സിലുള്ള മുഹമ്മദ് എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള, നേരത്തെ പറഞ്ഞതുപോലെ കണ്ടീഷൻ ചെയ്യപ്പെട്ടത് കൊണ്ടാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് മുഹമ്മദ്. അതുകൊണ്ട് ആ മുഹമ്മദിനെ കുറിച്ച് ഞാനിങ്ങനെ പറയുന്നു എന്ന് കേൾക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ തോട്ടത്തിലെ കഥ വിശദീകരിച്ചതിൽ നിന്ന് അറ്റവും മൂലയും അടർത്തിയെടുത്തുകൊണ്ട് മുഹമ്മദിനെ കുറിച്ച് കിതാബിൽ എഴുതിയത് ഞാൻ വായിക്കുന്നത്, അതിലെ കിതാബിൻ്റെ പേരും അതിൽ ഉദ്ധരിക്കുന്ന സംഭവത്തെയൊക്കെ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അടർത്തിയെടുത്ത് വിശ്വാസി സമൂഹത്തിനകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിൽ പൊതുവിൽ എനിക്കെതിരെ വൈകാരികമായ ഒരു വെറുപ്പുൽപാദനത്തിനുള്ള ശ്രമം ഇവർ നടത്തും. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, അവരുടെ നില തെറ്റിയപ്പോൾ അവർ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. നമ്മളതിനെ തമാശയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ പോലും. മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ കരാർ ചോദിച്ച വ്യക്തിയാണ് ഷുക്കൂർ വരിക്കോടൻ. ഷുക്കൂർ വരിക്കോടൻ അതിൽ ഒരു കൗണ്ടർ എന്ന രീതിയിൽ അബ്ദുള്ള ബാസിനെ വിളിച്ച് ജാള്യത വന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി എനിക്ക് ഫോൺ കോളിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തരാൻ വിളിച്ചിട്ട് ആ മൈക്ക് കഴുത്തിൽ കുടുങ്ങിയ ഒരാളുണ്ട്, ഷുക്കൂർ വരിക്കോടൻ. ഷുക്കൂർ വരിക്കോടൻ പിന്നീട് ആ മൈക്ക് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത വീഡിയോയിൽ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ തലച്ചോറ് ഗുളിക കാണിച്ചു കൊടുക്കണം പോലും. എങ്ങനെ കാണിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ തലയോട്ടി പിളർന്ന് എൻ്റെ തലച്ചോറ് അവർക്ക് കാണണം പോലും. ഇത് ഒരു 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 കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തൊടുന്യായം പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ വഹാബികളായതുകൊണ്ടും സലഫികളായതുകൊണ്ടും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന 10,000-കണക്കിന് വിശ്വാസികൾ ജുമുഅ നമസ്കാരം നടത്തുന്ന വെള്ളിയാഴ്ച പള്ളികളിൽ കയറി വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാരെ കൊന്നു തള്ളിയിട്ട് തൻ്റെ തൗഹീദ് സ്ഥാപിക്കാൻ ശ്രമിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പാരമ്പര്യമുള്ള ആ ആശയത്തിൻ്റെ പിൻബലമുള്ള ആ തീവ്ര ജിഹാദിൻ്റെ എന്താ പറയുക അതിൻ്റെ പോരിശ പേറുന്ന അത് ഇബാദത്തായിട്ട് കാണുന്ന ആളുകളുടെ സംഘങ്ങളിൽ നിന്ന് ഇത്തരം വാദങ്ങൾ വരുമ്പോൾ മനുഷ്യരൊരൽപ്പം ഭയപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം അതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ
ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുമ്പോൾ പോലും എൻ്റെ തലയോട്ടി പിളർന്ന് എൻ്റെ തലച്ചോറ് വെളിയിലിടുന്നത് കാണണം എന്ന ദുരാഗ്രഹം മൂത്ത് നടക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ വഹാബി കുട്ടികൾ, UA കുട്ടികൾ പരസ്യ സംവാദത്തിനില്ല, ഞാൻ തലയോട്ടി പിളർന്ന് കാണിച്ചാൽ കരാറ് കാണിച്ചു തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. അപകടകരമായ ഒരു മാനസിക നിലയിലാണ് അവരെത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് വിശ്വാസികളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ വിശ്വാസികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിഷ്കളങ്കരായ, ഇപ്പം എൻ്റെ ഉമ്മയൊക്കെ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്ന ആളാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്ന പല ആളുകൾക്കും പിന്നീട് അത് ചെല്ലാൻ കഴിയാത്ത അവസ്ഥയിൽ, കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥയിലുള്ള കഥകൾ മുഹമ്മദ് നബിയുടെ ചരിത്രം എഴുതി വെച്ച സീറ ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ട് അത്തരം ഗ്രന്ഥങ്ങളൊക്കെ എന്നെക്കൊണ്ട് എടുത്ത് വായിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ദയവ് ചെയ്ത് പിന്മാറണം എന്നാണ് ഞാൻ അബ്ദുള്ള അബ്ബാസിനോടും കൂട്ടരോടും പറഞ്ഞത്. അത് അബ്ദുള്ള അബ്ബാസിനോട് ഉള്ള സ്നേഹം കൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇത് വായിക്കാൻ സ്വാഭാവികമായിട്ടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനും ലജ്ജയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊന്നും അറിയാതെ നിഷ്കളങ്കരായിട്ട് ജീവിച്ചു പോകുന്ന മനുഷ്യർ, അവർ ഏറ്റവും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ആൾരൂപമായിട്ട് കാണുന്ന മുഹമ്മദ് നബി, അവരുടെ ഹൃദയത്തിൽ അവരുടെ പ്രണയമായിട്ട് കൊണ്ടു നടക്കുന്ന മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബിയെക്കുറിച്ച് ഇവർ തന്നെ എഴുതി വെച്ച ഗ്രന്ഥത്തിലുള്ള വൃത്തികേടാണെങ്കിലും അത് ഏറ്റവും സൗമ്യമായും മാന്യം മാത്രം ആശയം പറയണം എന്ന് പറയുന്ന ഞാൻ എൻ്റെ നാക്കുകൊണ്ട് വായിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന അവസ്ഥ, എൻ്റെ ഉമ്മ ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് ഞാൻ പറയുന്ന വാദഗതികൾ എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വന്നാൽ അപ്പോൾ അത് അവർക്കുണ്ടാക്കുന്ന മാനസിക വിഷമം. ഇത്തരം ചില കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് അവരെ വൈകാരികമായി ഇളക്കി വിടുക എന്നത് ഒരു കാലത്ത് എൻ്റെ ലക്ഷ്യമല്ല. നമ്മൾ പറയുന്ന ആശയങ്ങൾ ആശയപരമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് എന്നും, ഇത്തരം ചർച്ചകൾ, ഇത്തരം ചീഞ്ഞു നാറുന്ന കഥകൾ, ഈ ഇഷാ മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിൽ പറയില്ലേ മൈപ്പല കഥകൾ, അത് ഗ്രന്ഥത്തിൽ എരിവും പുളിയും കൂട്ടി എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ, ഒരേ സംഭവം പല തരത്തിൽ വർണ്ണിച്ച് പല റിവായത്തിലൂടെ വന്നതായിട്ട് ഗ്രന്ഥങ്ങളിൽ പിന്നെയും പിന്നെയും എഴുതി വെച്ച വൃത്തികെട്ട കഥകൾ, അതൊന്നും വായിക്കണം എന്ന ആഗ്രഹം എനിക്കില്ല. അത് വായിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് വിചാരിക്കുന്നില്ല, നമ്മുടെ ആവശ്യവുമല്ല. അതേസമയത്ത് മുഹമ്മദിൻ്റെ ചില വിവാഹങ്ങൾ നമ്മൾ പരാമർശിക്കപ്പെടും, ചില വിവാഹങ്ങൾ വിമർശിക്കപ്പെടും. അതെപ്പോഴാണ്? മുഹമ്മദിൽ ഉത്തമ മാതൃകയില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഘട്ടത്തിൽ. മുഹമ്മദിൻ്റെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നടന്ന ചില സംഭവങ്ങൾ, ചില വിവാഹങ്ങൾ മുസ്ലിം മത സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഇന്നും ദുരന്തമായിട്ട് പിന്തുടരുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോൾ, ഉദാഹരണത്തിന് ആയിഷ കല്യാണം ഞാൻ സാധാരണ വിമർശകരുടെ ശൈലിയിലായി വിമർശിക്കുന്നത്. അവിടെ എൻ്റെ വിമർശനം, ആയിഷ കല്യാണത്തിലുള്ള വിമർശനം, ഇന്നും ശൈശവ ദശയിലുള്ള പെൺകുട്ടികളെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം കഴിച്ചു കൊടുക്കൽ അനുവദനീയമാണ് എന്ന ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ തെളിവ് മുഹമ്മദ് ആയിഷയെ കല്യാണം കഴിച്ചതാണ് എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അക്കാരണം കൊണ്ടാണ് മുഹമ്മദ് ആയിഷ കല്യാണത്തെ ഞാൻ എതിർക്കുന്നത്. ബാലവിവാഹവും ശൈശവ വിവാഹവും ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നതിൻ്റെ തെളിവ് മുഹമ്മദ് നബിയുടെ സുന്നത്തിലുണ്ട് എന്നതാണ്. അതുകൊണ്ട് അത് വിമർശിക്കപ്പെടും. അപ്പോൾ ഇവരുടെ വാദം അനുസരിച്ച് മുഹമ്മദ് നബി എന്ത് ചെയ്തോ അതിലൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. മുഹമ്മദ് നബി തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ മുഹമ്മദ് നബി ചെയ്ത ആ ഒരു കാര്യം കൊണ്ട് ഇന്നും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പെൺകുട്ടികൾ, കാലം ഇത്രയും കഴിഞ്ഞു പോകുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ മനുഷ്യരുണ്ടാക്കിയെടുത്ത ഭൗതിക നിയമങ്ങളുടെയും രാഷ്ട്ര നിയമങ്ങളുടെയും തണലിലല്ലാതെ മുസ്ലിം പെൺകുട്ടികൾ സുരക്ഷിതയായിരുന്നില്ല എന്നതിൻ്റെ, അവരുടെ ബാല്യകൗമാരങ്ങൾ പീഡനത്തിനിരയാകുകയായിരുന്നു എന്നതിൻ്റെ, അതിക്രൂരമായ മാംസക്കച്ചവടമായ ഇസ്ലാമിക വിവാഹ നിയമത്തിൻ്റെ ഇരകളായിരുന്നു എക്കാലത്തെ ഈ മുസ്ലിം പെൺകുട്ടികൾ എന്ന നേരറിവിൻ്റെ വെളിച്ചത്തിലാണ് മുഹമ്മദ് ആയിഷ വിവാഹം ഈ നൂറ്റാണ്ടിൽ വിമർശിക്കപ്പെടുന്നത്. സഫിയ വിവാഹവും അല്ലെങ്കിൽ സൈനബ് വിവാഹവും, ഞാൻ സഫിയ വിവാഹം പോലും വലിയ രീതിയിൽ എടുക്കാറില്ല, സൈനബ് വിവാഹവും ഇതുപോലെ ഒരു സാമൂഹ്യ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ സഫിയ വിവാഹമായാലും മറ്റു വിവാഹങ്ങളൊക്കെ നമ്മൾ വിമർശിക്കപ്പെടുന്നത് ഇവരുടെ ഉസുവത്തുൻ ഹസന എന്ന ഏറ്റിയപ്പൊങ്ങാത്ത അവകാശവാദം കൊണ്ടാണ്. മുഹമ്മദ് നബിയിൽ എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് എക്കാലത്തേക്കുമുള്ള ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ
എന്നാൽ പിന്നെ ഈ ഹദീസിൽ എന്താ മാതൃക എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ്. ഇവർ ഈ മാതൃക തള്ളു നിർത്തിക്കഴിഞ്ഞാൽ, മുഹമ്മദ് നബിയാണ് ഏറ്റവും മികച്ച മാതൃക എന്ന തള്ളൽ നിർത്തിക്കഴിഞ്ഞാൽ പകുതി ഹദീസിന്റെ അക്രമത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. മുഹമ്മദ് നബി ആ കാലത്ത് ജീവിച്ച ആൾക്കാർ, ഇപ്പോൾ അബ്ദുള്ള ബാസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, മുഹമ്മദ് നബി തോട്ടത്തിൽ പോയത് നിങ്ങൾ ആശയപ്രകാരം എങ്ങനെ തെറ്റാവുക? വലിയ ചോദ്യമായിട്ട് ചോദിക്കുക. 8 ചോദ്യം ഞാനുണ്ടല്ലോ. ആദ്യം ഒരു 3 ചോദ്യം, പിന്നെ ഒരു 8 ചോദ്യം. അത് ഇനി ആദ്യം 3 ചോദ്യം, പിന്നെ 5, 2 കൂടി 8 ആണോ എനിക്കറിയില്ല. എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും. റൂമിൻ്റെ ഉള്ളിൽ ഉത്തരം കാര്യമില്ല. ഇറങ്ങി പുറത്തോട്ട് വന്നിട്ട് വേദി തീരുമാനിക്കും. ഇനിയുണ്ട് 4 ദിവസം, 25-ാം തീയതി വരെ സമയമുണ്ട് അബ്ദുള്ള അബ്ബാസിൻ്റെ. അപ്പൊ പള്ള നിറച്ച് കിട്ടിയപ്പോൾ സെൻഡ് എന്നാണ് ഷെയ്ഖിന്റെ കമന്റ്. ആർക്കാണ് പള്ള നിറച്ച് കിട്ടിയതെന്നും ആരാണ് ഇളിഭ്യരായിട്ട് പിന്മാറിയത് എന്നും ഇന്നലത്തെ ബാസിലിന്റെ വീഡിയോ മാത്രം കണ്ടാൽ മതി. അബ്ദുള്ള ബാസിൽ പറഞ്ഞതിൽ നുണ എന്തായിരുന്നു എന്നും ഞാൻ നുണ പറഞ്ഞു എന്ന് പറയാൻ കൊണ്ടുവന്ന കിതാബിൽ അബ്ദുള്ള ബാസിൽ എവിടെ കയറിയ കുരുങ്ങിയത് എന്ന് അറിയണമെങ്കിൽ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ കണ്ടാൽ മതി. അബ്ദുള്ള ബാസിൽ എവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോ ഒക്കെ തുടങ്ങിയത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത 8 മിനിറ്റ് വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതി. അതുകൊണ്ട് എൻ്റെ ആരാധകർ എന്ന് മീൻസ് അങ്ങനെ പറയാറില്ലെങ്കിൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി ജയ് വിളിക്കാൻ വരുന്ന കമന്റ് എഴുതുന്ന ആളുകളെയും ഞാൻ ഈ വിഷയത്തിൽ പരിഗണിക്കുന്നില്ല. അബ്ദുള്ള അബ്ബാസിലെ ജയ് വിളിക്കുന്നവരെയും പരിഗണിക്കുന്നില്ല. ഇതറിയണമെന്ന ആഗ്രഹമുള്ളവർക്ക് അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞതും കേൾക്കാം, ഞാൻ പറഞ്ഞതും കേൾക്കാം. എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് കേൾക്കാം. ഓൺലൈൻ സംവാദത്തിന് വരാൻ ധൈര്യമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഓഫ്ലൈൻ സംവാദത്തിന് വരുമ്പോൾ ലിയാക്കത്തിന് യോഗ്യത പോരാ എന്ന് വിടുവായത്തം പറഞ്ഞ് ഒളിച്ച് രക്ഷപ്പെടാൻ പോകും. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, തോട്ടക്കഥയിലെ അതിൻ്റെ ഒക്കെ നമ്മൾ ഇന്നലെ വലിച്ചു പുറത്തിട്ടുണ്ട്. ഇനിയുണ്ട്, ആവശ്യത്തിനുള്ളത് വലിച്ചു പുറത്തിട്ടിട്ടുണ്ട്. അതിന് മുകളിൽ നിങ്ങൾക്കൊന്നുകിൽ കിടന്നുറങ്ങാം, അവിടെ ഉരുണ്ട് പരയാം, അവിടെ നിങ്ങൾ അസിമെട്രി പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 4 പേർ എല്ലാവർക്കും കൂടി വട്ടത്തിലിരുന്ന് വൃത്തികേടാക്കി എന്തുപടി ചെയ്യാം. എന്തായാലും അബ്ദുള്ള അബ്ബാസിൽ ഇന്നലത്തെ എൻ്റെ ലൈവിന് തൊട്ട് മുൻപായിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു വിമർശനങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ പണ്ട് മുതലേ നമ്മൾ പറയുന്ന തോട്ടത്തിൽ കയറാൻ നിൽക്കേണ്ട നാറും. അപ്പം എന്തായാലും അബ്ദുള്ള അബ്ബാസിൽ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ തുടങ്ങിയിടത്തേക്ക് അബ്ദുള്ള അബ്ബാസിൽ തിരിച്ചു വരണം. സൂറത്തു തൗബയിലെ 5-ാം വചനത്തിൻ്റെ പശ്ചാത്തലം, അതിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ കളവ്, അത് കളവ് പിടികൂടിയപ്പോൾ നിങ്ങൾ പറഞ്ഞ അബദ്ധം എന്ന കളവ്, ആ അബദ്ധം എന്ന് പറഞ്ഞ കളവിന് മുകളിൽ നിങ്ങൾ പറഞ്ഞ സൂറത്തു തൗബയിലെ 190 സൂറത്തുൽ ബക്കറയിലെ 191-ാമത്തെ വചനം യുദ്ധസന്ദർഭമായിരുന്നു എന്ന മറ്റൊരു കളവ്. ഈ കളവുകളിൽ നിന്ന് നമുക്കൊന്നേന്ന് തുടങ്ങാം. മനുഷ്യന്റെ സാമൂഹികമായ വിഷയങ്ങളുമായി, ജീവിതവുമായി ബന്ധപ്പെട്ട്, വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ അബ്ദുള്ള ബാസിലിന്റെ ആ മതവിമർശകരുടെ വർത്തമാനം എന്ന നുണപറച്ചിൽ സീരീസിൽ നിന്ന് ഞാൻ എടുത്ത് വിശദീകരണം തന്നിട്ടുണ്ട്. മതവിമർശകർക്ക് അവരുടെ വാദങ്ങളൊക്കെ പൊളിച്ചു കൊടുക്കുന്നു എന്ന പേരിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഡയലോഗ് 8.0-ൽ അബ്ദുള്ള ബാസിൽ അവതരിപ്പിച്ച വിമർശനത്തിനിടയിലും വളരുന്ന ഇസ്ലാം എന്ന് പറയുന്ന പ്രഭാഷണത്തിൽ പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട്, അത് എഴുതി കാണിച്ചുകൊണ്ട്, അതിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് വിശ്വാസികളുടെ മുമ്പിൽ കളവ് പറഞ്ഞ അബ്ദുള്ള അബ്ബാസിലിന്റെ കാപട്യം നമ്മൾ തുറന്നു കാണിച്ച് അബ്ദുള്ള അബ്ബാസിൽ ഉദ്ധരിച്ച അതേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞതാണോ ശരി അതോ മറ്റെന്തെങ്കിലും ആണോ ശരി, ലോകത്ത് ഇസ്ലാം വളരുന്നു എന്നതിൻ്റെ കാരണം അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞതുപോലെയുള്ള കൺവേർഷൻ റേറ്റ് ആണോ അതോ പോപ്പുലേഷൻ ഗ്രോത്ത് ആണോ എന്ന കാര്യം അബ്ദുള്ള അബ്ബാസിൽ എടുത്ത അതേ കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ സമർത്ഥിച്ചിട്ടുണ്ട്, അവിടെയുണ്ട്. അപ്പൊ അബ്ദുള്ള അബ്ബാസിനെ ഇപ്പോ വർത്തമാനകാലത്തെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ അവകാശവാദങ്ങളെക്കുറിച്ചും നിങ്ങൾ പറയുന്ന ആശയങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞത്, പിന്നെ ആ കാലഘട്ടത്തിൽ ജാഹിലിയാക്കൾ ഭയങ്കര സഹിഷ്ണുതയുള്ളവരായിരുന്നു എന്ന് മതവിമർശകർ നുണ പറയുകയാണ് എന്നാണ്. അപ്പൊ ജാഹിലിയ കാലമല്ലേ എന്ന് വിചാരിച്ച് വിടാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സഹിഷ്ണുത എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. മുർത്തദ്ദിനെ കൊല്ലാൻ കൽപ്പിച്ച മുഹമ്മദും സംരക്ഷിച്ച ജാഹിലുകളും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അബ്ദുള്ള അബ്ബാസിൽ ഈ വിമർശകരുടെ വർത്തമാനം എന്ന സീരീസിൽ പറഞ്ഞ ഒരു നുണക്കുള്ള ഉത്തരമായിരുന്നു. അബ്ദുള്ള അബ്ബാസിൽ അത് എടുക്കണം, സൂറത്തു തൗബയിലേക്ക് വരണം. തോട്ടത്തിൽ നിന്ന് എന്തായാലും അബ്ദുള്ള അബ്ബാസിൽ പുറത്തിറങ്ങി എന്ന് പറഞ്ഞു, നല്ല കാര്യം. മുഹമ്മദ് നാറി അത്രയും നാറിയ മതിയല്ലോ, ഇനി കൂടുതൽ നാറ്റിക്കേണ്ട.
നമുക്കും താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് അബ്ദുള്ള ബാസിൽ പറഞ്ഞത്, ഇനി തോട്ടത്തിലെ കഥ അത് സംസാരിക്കണോ? സംസാരിക്കാം. പക്ഷെ അതിന് അബ്ദുള്ള ബാസിൽ പൊതുവേദിയിൽ വരണം. ജൗനിയുടെ തോട്ടം മുൻനിർത്തി മുഹമ്മദിൻ്റെ ലൈംഗിക സദാചാര മാതൃകകൾ കൃത്യമായി പരിശോധിക്കാനും വിശകലനം ചെയ്യാനും നമുക്കൊരു പൊതു സംവാദം എന്ന ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 10,000 രൂപ നിങ്ങൾക്ക് ഇനാം പ്രഖ്യാപിച്ചു വരികയാണെങ്കിൽ, കൊണ്ടുവരുന്നവർക്ക് 5,000 പ്രഖ്യാപിച്ചു. അതിന് കഴിയില്ല എന്നതുകൊണ്ട് ഇന്നലെ നമ്മൾ 25,000 ഉയർത്തി. അതും സ്വീകരിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. സംവാദത്തിന് വരാൻ തയ്യാറല്ല എന്നും സംവാദത്തിന് വരാൻ കഴിയില്ല എന്നും അബ്ദുള്ള ബാസിൽ പറയാതെയും പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് ഇന്നലെ നാക്കുകൊണ്ട് വെളിവാക്കി പറഞ്ഞിട്ടും ഉണ്ട്. അതുകൊണ്ട് അബ്ദുള്ള ബാസിൽ വരില്ല. ഇനി കൊണ്ടുവരുന്ന ആളുകളുടെ ഇനാം 5,000-ൽ നിൽക്കുന്നു എന്നതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അബ്ദുള്ള ബാസിലിനെ കൊണ്ടുവരുന്നവന് 10,000 കൊടുക്കാം. ബാസിൽ വരികയാണെങ്കിൽ 25,000 കൊടുക്കാം. ഈ ഓഫർ അവിടെ നിലനിൽക്കുന്നുണ്ട്. അബ്ദുള്ള ബാസിലിന് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തീരുമാനിച്ച് വരാം. തോട്ടത്തിലെ കഥയും മുഹമ്മദിൻ്റെ ഈ ചീഞ്ഞളിഞ്ഞ രാത്രിയാത്രയുടെ കഥകളും അല്ലെങ്കിൽ ആളെ പറഞ്ഞയക്കാനുള്ള കഥകളും ഈ പറയപ്പെടുന്ന വൃത്തികെട്ട കഥകളൊക്കെ നമ്മൾ ഇനി ഒരു പൊതുവേദിയിൽ മാത്രം സംസാരിക്കുള്ളൂ. സാമൂഹ്യ പ്രസക്തമായ ഭാഗങ്ങൾ പറയേണ്ടുന്ന പരാമർശിക്കേണ്ടുന്ന ഭാഗങ്ങളിലൊഴികെ അവിടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദത്ത് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ സൈനബിൻ്റെ കല്യാണം പരാമർശിക്കപ്പെടാതിരിക്കാൻ പറ്റില്ല. ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടി വരും, ആയിഷ കല്യാണം പറയേണ്ടി വരും. അതിലൊന്നും നമ്മൾ മുഹമ്മദിൻ്റെ ആ ഒരു ആസക്തിയെക്കുറിച്ചേ അല്ല പറയുന്നത്. മുഹമ്മദിൻ്റെ ഇൻറ്റൻഷൻ കല്യാണത്തിൽ എന്തായിരുന്നു എന്നതുമല്ല പറയുന്നത്. ആ മാതൃകയിൽ എന്താണ് ഇന്നത്തെ മനുഷ്യർക്ക് എടുക്കാനുള്ളത്, അതെന്ത് തരം മാതൃകയാണ് എന്ന ചോദ്യമാണ്. അത് ഈ മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന ചോദ്യമാണ്. സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. മതരഹിതരായിട്ടുള്ള മനുഷ്യരെ അല്ലെങ്കിൽ മുർത്തദിനെ കൊല്ലണം എന്നും, ഇല്ലെങ്കിൽ കൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ കൊല ചെയ്യണം എന്നും, ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ തെറി വിളിച്ച് നാട്ടിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കണം എന്നുള്ള ഈ നിങ്ങളുടെ പ്രതികാരദാഹം ഉണ്ടല്ലോ, ആ പ്രതികാരദാഹം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ജാഹിലിയയിലേക്ക് പോകേണ്ടി വരും. ഇത്തരം സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങളിൽ വിമർശനത്തിനാവശ്യമായ ഘട്ടങ്ങളിൽ ഒഴികെ മുഹമ്മദിൻ്റെ തോട്ടക്കഥകളും മറ്റു കഥകളും നമ്മൾ പരാമർശിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഇതിനകത്തൊരു സെൻറ്റിമെൻസിൻ്റെയും കാര്യമില്ല. ഇതെൻ്റെ എല്ലാ കാലത്തുള്ള തുടക്കം മുതലുള്ള നിലപാടാണ്. വലിയ ദീൻ എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് പ്രസൻറ്റേഷൻ തൊട്ട് എനിക്ക് ഒരേ നിലപാടാണ് മതത്തോടുള്ള എൻ്റെ സമീപനത്തിൻ്റെ കാര്യത്തിൽ. എൻ്റെ വിമർശനത്തിന് മൂർച്ച പോരാന്ന് പറഞ്ഞവർ, എൻ്റെ വിമർശനത്തിൽ ഞാൻ ഒരു മുസ്ലിം കോർണർ, ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നു എന്ന് പറയുന്നവർ, എൻ്റെ ഉള്ളിൽ ഒരു മുസ്ലിം സ്വത്വവാദി ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറയുന്നവർ സ്വതന്ത്ര ചിന്തകരുടെ ഇടയിലുണ്ട്. അതിനെയും കൂസാറില്ല. കാരണം അതെൻ്റെ ബോധ്യമാണ്, എൻ്റെ കൺവിക്ഷനാണ്. എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് വിമർശനം നടത്തുന്നത് എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണ്. അതിൽ നിന്ന് എന്നെ ലക്ഷ്യം തെറ്റിക്കാൻ വേണ്ടി സ്വതന്ത്ര ചിന്തകരുടെ വേഷം കെട്ടി മുസ്ലിം വെറുപ്പ് പറയുന്ന ആളുകൾ ശ്രമിച്ചാലും ആ വഴിക്കും തിരിയാൻ പോകുന്നില്ല. ഞാൻ പ്രശ്നക്കാരനാണ് എന്ന് വിശ്വാസി സമൂഹത്തിനിടയിൽ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളിൽ വിശ്വാസി സമൂഹത്തിലുള്ള ആളുകളുണ്ട് എന്നതാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അതാണ്. വിശ്വാസി സമൂഹത്തിലുള്ള പല ആളുകളും എൻ്റെ വാദഗതികൾ പരിശോധനാ വിധേയമാക്കുന്നുണ്ട്, അവരത് ചർച്ച ചെയ്യുന്നുണ്ട്, അവർക്കിടയിൽ അത് സംസാരമാകുന്നുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ ഈ സൗമ്യമായ ശൈലിയാണ് എന്നത് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കാണ്. അപ്പോൾ ആ ഫീഡ്ബാക്ക് കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ സൗമ്യനായതല്ല. അതിന് എൻ്റെതായ കാരണമുണ്ട്. കാരണം എന്നെ തെറി വിളിക്കുന്നവർ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് കമൻ്റ് എഴുതുന്ന, ഫേക്ക് ഐ ഡിയിൽ വന്ന് കമൻ്റ് എഴുതുന്നയാൾ, അത് ഈ പറയപ്പെടുന്ന വ്യക്തികളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കും. ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് എഴുതുന്ന ഒരാളുണ്ട്. അപ്പോൾ ഷെയ്ഖ് മലയാളിക്ക് എന്നോടുള്ള അമർഷവും ഈർഷ്യയും ഒരുതരം വെറുപ്പും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാരണം എന്താ? ഞാനും അദ്ദേഹവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? ഒരു മുൻവൈരാഗ്യം ഇല്ലാതെ ഒരു ആശയം പറയുന്ന വ്യക്തിയോടുള്ള വെറുപ്പും വിദ്വേഷവും അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നത് എന്ന് എനിക്കറിയാം എന്നതുകൊണ്ടാണ് ഈ എഴുതുന്ന വ്യക്തിയോട് എനിക്ക് വെറുപ്പില്ലാത്തത്. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് ഇവർ കണ്ടീഷൻ ചെയ്യപ്പെട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർ വിശ്വസിക്കുന്നില്ല,
നമ്മൾ പറയുന്ന കാര്യങ്ങൾ നുണവാണ് എന്ന് ഇവിടെ വന്ന് നിലവിളിക്കുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ എമ്പതി എനിക്കുണ്ട് എന്നതുകൊണ്ടാണ് സൗമ്യമായ ഭാഷയിൽ പറയണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു സെന്റിമെന്റ്സിന് പ്രശ്നമില്ല. താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ താങ്കൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഷെയ്ഖ് മലയാളി അബ്ദുള്ള ബാസിലിന്റെ ഫേക്ക് ആണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്, അങ്ങനെ നമ്മൾ പറയണ്ട. ഫേക്ക് ഐ ഡിയിൽ പോലും നമ്മളെ കമന്റിന്റെ ബോക്സിലൊന്നും അബ്ദുള്ള ബാസിൽ വരില്ല എന്ന് നമുക്കറിയാം. ആ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ പറയുന്നത്, ഈ ഷെയ്ഖ് മലയാളി ഈ പ്രച്ഛന്ന വേഷം കെട്ടി വന്നിട്ട് എന്നെക്കുറിച്ച് എന്നോടുള്ള ഒരു വെറുപ്പും ഞാൻ തോറ്റുപോയി എന്ന് സ്വയം കമന്റ് ബോക്സിൽ എഴുതിയിട്ട് അദ്ദേഹം കിട്ടുന്ന ഒരു നിർവൃതിയും ഒരു ആനന്ദവും വസ്തുതയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം പോലെയുള്ള ഒരാശ്വാസമാണ് ഇദ്ദേഹം ഇവിടെ കമന്റ് എഴുതിയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ മാനസികാവസ്ഥ ശരിക്കും അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് സൗമ്യമായ ഭാഷയിലായിരിക്കണം. ഇത്തരം ആളുകൾ തെറി പറയാനാണെങ്കിലും ചീത്ത വിളിക്കാനാണെങ്കിലും നമ്മളെ കളിയാക്കാനാണെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് സൗമ്യമായ വിശദീകരണം, സൗമ്യമായ ഭാഷ, സഭ്യമായ ഭാഷ. ആരോടും വിരോധമില്ല. അബ്ദുള്ള അബ്ബാസിനോട് നമുക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ, വെറുപ്പുണ്ടോ? നുണ പറയുന്ന കാര്യത്തിൽ ഈർഷ്യയുണ്ട്. നുണ പറയുന്നവരോട് നമുക്കൊരു ഒരു അവജ്ഞയുണ്ട്. അറിഞ്ഞുകൊണ്ട് കളവ് പറയുന്നവരോട് നമുക്കൊരു പൊരുത്തക്കേടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ അബ്ദുള്ള അബ്ബാസിനോട് എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധമല്ല. എം അക്ബറിനോട് വിരോധമുണ്ടോ? ഇല്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ സമൂഹത്തിൽ ശിഥിലത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പിന്നെ എം അക്ബറിന്റെ സ്കൂളിൽ ഒരു പുസ്തകത്തിൽ അച്ചടിച്ച കാര്യത്തിൽ കടുത്ത വിയോജിപ്പുണ്ട്, വിരോധം തന്നെയുണ്ട്, അമർഷമുണ്ട്. പക്ഷെ അത് എം അക്ബർ എന്ന വ്യക്തിയോടുള്ള വെറുപ്പല്ല. മുഹമ്മദ് നബിയോട് വിമർശനമുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനോട് വെറുപ്പുണ്ടോ? ഇല്ല. ഒരാള് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും വിശ്വാസി തന്നെയാണോ എന്ന് സംശയമുള്ള ഒരു മുസ്ലിം വെറുപ്പ് തലച്ചോറിലാകെ നിറഞ്ഞിട്ടുള്ള ഒരാൾ പണ്ടൊരു ദിവസം കമന്റ് ബോക്സിൽ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ ഇപ്പോഴും ഒരു സുഡാപ്പിയാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ മുഹമ്മദിന് 2 തെറി പറയേ എന്നാണ് ഒരു ചങ്ങാതി പറഞ്ഞത്. അതായത് മുഹമ്മദ് നബിയെ വിമർശിക്കുന്നയാൾ മുഹമ്മദിന്റെ അനുയായി അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ മുഹമ്മദ് നബിനെ ചീത്ത വിളിക്കണം എന്നാണ് പുള്ളിയുടെ പക്ഷം. അതേ അവസ്ഥ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അത്തരം ആളുകളുടെ പ്രതിനിധിയാണ് ഷെയ്ഖ് മലയാളി. അപ്പൊ അത്തരം ആളുകളോട് തുല്യമായിട്ടുള്ള ഒരു സഹതാപം മാത്രമേ. പക്ഷം പിടിച്ച് തെറി പറയുന്ന, നമുക്ക് ഏതെങ്കിലും ആശയത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ ആശയത്തിന്റെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയ മനുഷ്യരോടൊക്കെ വെറുപ്പും വിദ്വേഷവും, അവരെ കിട്ടുന്ന സമയത്തൊക്കെ കളിയാക്കി അവരെ മോശക്കാരനാണ് ചിത്രീകരിച്ച് ആ വെറുപ്പ് ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന പ്രക്രിയയോട് എനിക്ക് വിയോജിപ്പാണ്. അതെൻ്റെ ശൈലിയല്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ പറഞ്ഞത്, അബ്ദുള്ള അബ്ബാസിലും സംഘവും കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങളിലൂടെ മുഹമ്മദ് നബിയുടെ നമ്മൾ ഒരിക്കൽ പോലും പറയണമെന്ന് ആഗ്രഹിക്കാത്ത പല കഥകളും എടുത്ത് പുറത്തിടേണ്ടി വന്നതിലും വായിക്കേണ്ടി വന്നതിലും അത് നമ്മുടെ ചാനലിലൂടെ ആളുകൾ കേട്ടതിലൊക്കെ നമുക്ക് അതിയായ മനപ്രയാസമുണ്ട്. കാരണം അത് നമ്മുടെ ശൈലിയല്ല. ഇന്നൊരു 20-25 കമന്റുകൾ, മെസ്സേജുകൾ എനിക്ക് പേഴ്സണലായിട്ട് വന്നു. ലിയാഖത്ത് ഭായ്, നിങ്ങൾ ഓവർ അഗ്രസീവ് ആവുന്നു അബ്ദുള്ള അബ്ബാസിന് നേരെ, ഇത് നിങ്ങളുടെ ശൈലിയല്ല. എത്രയാൾ പറഞ്ഞു? ആ അഭിപ്രായമുള്ളവർ കമന്റിലില്ലേ? അബ്ദുള്ള അബ്ബാസിലിനോട് ഞാൻ സമീപിച്ച രീതി, അബ്ദുള്ള അബ്ബാസിന് മറുപടി കൊടുക്കുമ്പോൾ എൻ്റെ വന്ന മാറ്റം, എൻ്റെ ശൈലിയിൽ വന്ന മാറ്റം, എൻ്റെ പദപ്രയോഗങ്ങളിൽ ഉണ്ടായിരുന്ന ആ മൂർച്ച, അത് കുറച്ച് കൂടിപ്പോയി എന്നും അതെൻ്റെ ശൈലിയായില്ല എന്നും അഭിപ്രായമുള്ളവർ ഈ കമന്റ് ബോക്സിലുണ്ടോ? ഉണ്ടെങ്കിൽ മീ എന്ന് കമന്റ് എഴുതും. മീ, വെറുതെ എന്ന് എഴുതും. എൻ്റെ ശൈലിയിൽ നിന്ന് മാറിയിട്ടാണ് അബ്ദുള്ള അബ്ബാസിനെ കൈകാര്യം ചെയ്തത് എന്ന അഭിപ്രായമുള്ളവർ കമന്റ് ബോക്സിൽ മീ എന്ന് എഴുതും. ഷെയ്ഖ് മലയാളിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് തീർച്ചയായിട്ടും ഷെയ്ഖ് മലയാളിക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ അബ്ദുള്ള അബ്ബാസിൽ കീ ജയ് വിളിക്കാൻ വേണ്ടി വരുന്നവർക്ക് മാത്രമാണ്.
ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നതും ഈ കമന്റ് നിങ്ങൾക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നതും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. ഞാൻ കണ്ണാടി നോക്കാറുള്ള ആളാണ്. അത് കേവലമായിട്ടുള്ള ശാരീരിക ഘടന മാത്രമല്ല, ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചന നടത്താറുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പുനരാലോചന നടത്താറുണ്ട്. ഞാൻ ചെയ്തു വെച്ച വീഡിയോകൾ ഞാൻ വീണ്ടും ഒരു തവണ കൂടി കേൾക്കാറുണ്ട്, പരമാവധി എണ്ണത്തിൽ. അപ്പം അതുകൊണ്ട് എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതായിരുന്നു അബ്ദുള്ള അബ്ബാസിന്റെ ലക്ഷ്യമെന്ന് അബ്ദുള്ള അബ്ബാസിലുമായി നടന്ന ഫോൺ സംഭാഷണത്തിൽ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞത് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു? അത് ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ അവരും ഈ എന്നെഴുതൂ. അബ്ദുള്ള അബ്ബാസിൽ പറയുകയാണ് എന്ത്, നിങ്ങൾ വെറുപ്പ് പറയുകയാണെങ്കിൽ ആരിഫ് പറയും പോലെ പറയണം എന്നാണ്. അപ്പം ആരിഫുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആരിഫിന്റെ ശൈലിയോട് യോജിപ്പില്ല, ആരിഫിന്റെ രീതികളോടും പൊളിറ്റിക്കൽ വ്യൂവിനോടും യോജിപ്പില്ല എന്ന് ഞാൻ പരസ്യമായിട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആരിഫിനോട് പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ പല ആളുകളുടെയും പേര് ചേർത്ത് വിളിക്കുന്നതിൽ എനിക്ക് അസ്വസ്ഥതയുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പല ആളുകളും എന്നെയും ആരിഫിനെയും മാറി മാറി കേൾക്കുന്നവരാണ്. അവിടെ വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ നിലപാടുണ്ട്. ആ നിലപാടുകൾ ആരിഫിനെ അറിയിച്ചിട്ടുണ്ട്, പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബ്ദുള്ള അബ്ബാസിൽ വിളിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, വെറുപ്പ് പറയുകയാണെങ്കിൽ, നുണ പറയുകയാണെങ്കിൽ ആരിഫ് പറയുന്ന പോലെ പറയണം എന്നാണ്. എനിക്ക് വേണമെങ്കിൽ അബ്ദുള്ള അബ്ബാസിനോട് പറഞ്ഞൂടെ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഒസാമ ബിൻ ലാദന്റെ പോലെ ജീവിക്കുന്നത്? അത് ഞാൻ പറയൂല. അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിന്റെ പേരാണ് വകതിരിവ്. അബ്ദുള്ള അബ്ബാസിന് ഇല്ലാതെ പോയത്. എങ്ങനെ അബ്ദുള്ള അബ്ബാസിന് വകതിരിവ് ഉണ്ടാവുക? ഇനി അബ്ദുള്ള അബ്ബാസിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ അബ്ദുള്ള അബ്ബാസിനെ മോശക്കാരനാക്കണ്ടെന്നുള്ളതുകൊണ്ട് നിങ്ങൾ പ്രവാചക സ്നേഹം പറയുകയാണെങ്കിൽ അബ്ദുൽ നാസർ മദനി പറഞ്ഞതുപോലെ നിങ്ങൾ പറയണം എന്ന് ഞാൻ അബ്ദുള്ള അബ്ബാസിനോട് പറഞ്ഞു. എന്തെങ്കിലും കഥ. അപ്പൊ ഇതൊക്കെ ആലോചിക്കാനുള്ള സെൻസ് എനിക്കുണ്ട് എന്നത് ഒരു അഹങ്കാരമായിട്ട് പറയില്ല. അതാണ് എൻ്റെ ആത്മവിശ്വാസം, അതാണ് എൻ്റെ ആത്മബലം. അതുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിലെ ഞാൻ മനഃപൂർവ്വമായി ഒരു കളവും പറയാൻ ശ്രമിക്കാറില്ല എന്നും കളവ് പറഞ്ഞുകൊണ്ടോ കോട്ടിമാട്ടിക്കൊണ്ടോ എൻ്റെ ഒരാശയവും സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല എന്നതുമാണ് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം. നുണ പറയേണ്ട കാര്യമില്ല. ഒരു ശരി മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ എന്തിനാണ് കൂട്ടർ നുണ പറയുന്നത്? എന്തിനാണ് നുണ പറയുന്നത്? എന്തിനാണ് വെറുപ്പ് പറയുന്നത്? എന്തിനാണ് അശ്ലീലം പറയുന്നത്? എന്തിനാണ് തെറിവാക്കുകൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? അത് ആശയമില്ലാത്തവന്റെ ആയുധമാണ്, ആത്മവിശ്വാസമില്ലാത്തവന്റെ രീതിയാണ്, ഉത്തരമില്ലാത്തവന്റെ പെടച്ചിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അതൊന്നും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കാണാൻ പറ്റില്ല. എത്രയോ ആളുകൾ എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. പല ആളുകളും എന്നോട് സംസാരിക്കാൻ വേണ്ടി ഫോൺ ചെയ്യുമ്പോൾ ആദ്യം ഇതൊന്ന് റെക്കോർഡ് ചെയ്യരുത് കേട്ടോ. അത്തരം ആളുകളോട് പറയാം, എന്നെ റെക്കോർഡ് ചെയ്യുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്നെ വിളിക്കാതിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാം. എത്രയോ ആളുകൾ വിളിക്കാറുണ്ട്. എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റെക്കോർഡ് ചെയ്ത എല്ലാ കോളുകളും പബ്ലിഷ് ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ എന്നെ ആകെ ആ ഒരു മൊയ്ലിയാരും ഒരു തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു ചങ്ങാതിയും ഒരു കാക്കയും ഈ അബ്ദുള്ള അബ്ബാസിലും ഷുക്കൂർ വരിക്കോടിനെ ഈ 3 ആളെ എന്നെ ഫോൺ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ ആളുകൾ വിളിക്കും. സ്ത്രീകളും പുരുഷന്മാരും വിളിക്കും, ചെറുപ്പക്കാരും വയസ്സായവരും വിളിക്കും. പല കാര്യങ്ങളും സംസാരിക്കും. പലർക്കും നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. കാരണം അവരൊക്കെ എത്രയോ കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ ധൈര്യത്തോടെ സമൂഹത്തോട് വിളിച്ചു പറയുന്നു എന്നതിലുള്ള അവരുടെ ആനന്ദമാണ്. ഇന്നും അതുപോലത്തെ ഒരു ഫോൺ കോൾ ഉണ്ടായി. 18ാമത്തെ വയസ്സിൽ സകുടുംബം മഹല്ല് വിലക്ക് നേരിട്ട ഒരു കുടുംബത്തിന്റെ പ്രതിനിധി തന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്യാനൊന്നും വേണ്ട, എനിക്ക് നിങ്ങളോട് ഒരു സ്നേഹം പറയാനുണ്ട്, അതുകൊണ്ട് വിളിച്ചാണ്. ആലോചിക്കും, ഇന്ന് അദ്ദേഹത്തിന് 50 വയസ്സിനടുത്തായി, 40 വയസ്സിന് മുകളിലായി. 10-25 കൊല്ലം മുമ്പ്, 25 അല്ല 30 കൊല്ലത്തിന് മുൻപ് കേരളത്തിൽ മഹല്ലിന്റെ ജനറൽ ബോഡി കൂടിയിട്ട് കമ്മിറ്റി കൂടി ഒരു കുടുംബത്തെ ഊരുവിലക്കാൻ തീരുമാനിച്ച പല മഹല്ലുകളും കേരളത്തിലുണ്ടായിരുന്നു. അത്തരം ഊരുവിലക്കും അത്തരം കുടുംബം പ്രശ്നങ്ങളും പേടിച്ച്, കച്ചവടം പൂട്ടിപ്പോകുന്നതും ജീവിതം വഴിമുട്ടുന്നതും ഭയപ്പെട്ട്, കുടുംബം തകരുന്നതിനെ പേടിച്ച് ഉള്ളിൽ അടക്കി പിടിച്ച ആശയങ്ങൾ സധൈര്യം സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരാളെ അവർ കാണുമ്പോൾ
അവരെ എന്നിലൂടെ കാണുകയാണ്. അപ്പോൾ അവർക്ക് എന്നോട് സ്നേഹം പറയാൻ അവർ വിളിക്കും. അവരുടെ കോളുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. റെക്കോർഡ് ചെയ്യുന്നത് അതെന്തോ മഹാ അവകാശവാദമായിട്ടോ ഞാൻ എന്തോ വലിയ ആളായിട്ട് നിങ്ങളെ കേൾപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല. അത് ആ വ്യക്തിയുടെ സന്തോഷമാണ്. എനിക്ക് സമയമുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും, പറ്റാവുന്നത്ര കേൾക്കാൻ ശ്രമിക്കും. അത് അവകാശവാദമായിട്ടോ പറയുന്നതല്ല. അത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്, ഒരു സന്തോഷമാണ്. അങ്ങനെയാണ് എടുക്കുന്നതിന്. എൻ്റെ വിമർശനം കേട്ടിട്ട് മതം വിട്ടു എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ പലരും നമ്മൾ വിളിക്കാറുണ്ട്, നിങ്ങളാണ് എന്നെ അങ്ങനെ. അത് ഞാൻ എടുക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ബോധ്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ കണക്കെഴുതി വെക്കാറില്ല. എൻ്റെ പ്രസംഗം കേട്ടിട്ട് മതത്തിൽ സംശയം തോന്നിയ ആളുകളുടെ പേര് വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടില്ല. കാരണം എനിക്ക് സഹാബിമാർ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അനുയായികൾ വേണ്ട, ഫാൻസും വേണ്ട. എൻ്റെ ബോധ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞു പോകുന്നത് അങ്ങനത്തെ ആളുകൾ വിളിക്കും. വീടിനകത്ത് അകപ്പെട്ടു പോയ മനുഷ്യർ വിളിക്കും, സ്ത്രീകൾ വിളിച്ചും. എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ, ജീവിതങ്ങൾ. നമ്മൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഇപ്പോഴും ബോധ്യമുള്ളവർ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ അതൊക്കെ അനുഭവിച്ചും സഹിച്ചും ജീവിക്കുക എന്നതല്ലാതെ ഒരു ഗതിയുമില്ലാതെ ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ നമ്മളെ ഇടയിലില്ലേ? അവർ വിളിക്കാറുണ്ട്. അവർക്കൊന്നുമില്ല, ഒരു സന്തോഷത്തിന്, ഒരു സമാധാനത്തിന് വേണ്ടി നമ്മളോട് കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്നോട് കുറേ വർഷങ്ങളായിട്ട് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് മതപരിവർത്തനം നടത്തി മതത്തിനകത്ത് അകപ്പെട്ടു പോയ മധ്യവയസ്സ് പിന്നിട്ട ഒരു ചേച്ചി വിളിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഒരാളോട് ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത്. ഇത് മനുഷ്യരോട് നമ്മൾ പറയുന്ന രീതി, ഇവരൊക്കെ പൊതുവിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഒരു വിമർശനത്തിൻ്റെ ശൈലി, രീതി, ആരെയും വേദനിപ്പിക്കാതെ, ആരോടും വെറുപ്പില്ലാതെ, അതവരിഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അവർ വിളിക്കുന്നു. അതേസമയത്ത് വിശ്വാസികൾ എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്നവരില്ലേ, തെറി വിളിക്കുന്ന വിശ്വാസികളുണ്ട്. എല്ലാവരുടെയും ഫോൺ ഞാൻ പുറത്തു വിടാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരെന്തുകൊണ്ട് വിളിക്കുന്നതെന്ന് എനിക്കറിയാം. അവരോട് വെറുപ്പല്ല, അവരോട് സഹാനുഭൂതിയാണ്, സഹതാപമാണ്. അവരെന്തുകൊണ്ടാണ് ചെയ്യുന്നത് അവർക്ക് തിരിച്ചറിയുന്നില്ല, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത് എന്താണ്? ആ ആശയത്തിനെതിരാണ് സമരം, ആ വ്യക്തിക്കെതിരല്ല. ആ ബോധ്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അബ്ദുള്ള ബാസിലിന്റെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുന്നത്? നുണ പറയുന്നവരെയും കാപട്യം കാണിക്കുന്നവരെയും അഹങ്കാരം കൊണ്ട് നമ്മളെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് പറഞ്ഞ് വിളിക്കുന്നവരെയും അവരുടെ കോള് റെക്കോർഡ് ചെയ്യും. അബ്ദുള്ള ബാസിൽ വിളിച്ചാൽ റെക്കോർഡ് ചെയ്യും. മുജാഹിദ് വാലിശ്ശേരി വിളിച്ചാൽ ചെയ്യും, പുറത്തു വിടും. തെറി വിളിച്ചാൽ വലിയ വീരസ്യം പറയാൻ വേണ്ടി എന്നെ സംവദിച്ച് തോൽപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ വിളിച്ചിട്ട് വലിയ തള്ളൊക്കെ തള്ളി മറിച്ചതിന് ശേഷം, ഉത്തരം മുട്ടിയതിന് ശേഷം തെറി വിളിച്ചാൽ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടും. ആശയപരമായിട്ട് എന്നോട് സംവദിച്ച് എത്രയോ മാസങ്ങളായിട്ട് എന്നോട് നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടും ചീത്ത വിളിക്കുന്നവരായിട്ട്. അവരുടെയൊക്കെ ഫോൺ കോളുകൾ കേൾക്കുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ആ നമ്പറുകളൊക്കെ കയ്യിൽ വെക്കാം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പല ആളുകളും വിളിക്കും, പലരും പറയും. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കാണ്. നിങ്ങൾക്കറിയോ എന്നറിയില്ല, മതവിമർശനം നടത്തുന്നു എന്ന ഒരു ചാനൽ, മതവിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നയാൾ പരസ്യമായിട്ട് ആദ്യമായിട്ട് ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തത് ഞാനാണ് കേരളത്തിൽ. അന്ന് എന്നോട് പല ആളുകളും പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് വലിയ അബദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ജബ്ബാർ മാഷ് വരെ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്യരുത്. ഞാൻ അന്ന് മാഷോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാഷ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. ഞാൻ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള അവസരം ഇത് കേൾക്കുന്ന കേൾവിക്കാരനുണ്ടാവണം. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മാഷിനോട് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ നമ്പർ ഒരിക്കലും കൊടുക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ വേറൊരു നമ്പർ എടുക്കണം എന്നോട് പറഞ്ഞു. അത് നമ്മൾ സ്വീകരിച്ചു, ആ ഒരു നിർദ്ദേശം സ്വീകരിച്ചു. അങ്ങനെയാണ് നിങ്ങൾ ഇന്നും എന്നോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 6282933384 നമ്പർ എടുക്കുന്നത്. മതവിമർശനം തുടങ്ങി സ്വന്തം എൻ്റെ യൂട്യൂബ് ചാനലിൽ മതവിമർശന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന കാലം തൊട്ട് എൻ്റെ നമ്പർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അന്ന് മുതൽ പറയുന്നത്, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ, പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ തുണ പറഞ്ഞു എന്നോ തെറ്റിദ്ധരിപ്പിച്ചു എന്നോ അബദ്ധം പറഞ്ഞു എന്നോ ബോധ്യമുള്ളവർക്ക് ഏത് സമയത്തും വിളിക്കാം. ഞാൻ നുണ പറഞ്ഞു എന്ന്
നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഏത് സമയത്തും വിളിക്കാമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അബ്ദുള്ള അബ്ബാസിൽ കേൾക്കണം, അബ്ദുള്ള അബ്ബാസിന്റെ കൂടെയുള്ളവർ കേൾക്കണം. നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം. അന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഏത് വീഡിയോയുടെ താഴെ പോയാലും നിങ്ങൾക്ക് അവിടെ എൻ്റെ മൊബൈൽ നമ്പർ കാണാൻ പറ്റും, വാട്സപ്പ് നമ്പർ കാണാൻ പറ്റും. വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരം 4-5 മണിക്ക് ശേഷം ഒരു 7 മണിയുടെ മുമ്പായിട്ട് വിളിക്കാൻ ശ്രമിക്കുക പരമാവധി. രാവിലെ 9 മണിൻ്റെയും 10 മണിയുടെ ഇടയിലായാലും കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് വിളിക്കാതിരിക്കുക, നമ്മൾ ജോലിയുടെ തിരക്കുകളിലായിരിക്കും. എല്ലാ കോളുകളും നമുക്ക് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും മെസ്സേജ് അതാത് ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം ഇന്നലെയും ഇന്നും എനിക്ക് എൻ്റെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേറൊരു ഫോണിൽ നിന്നാണ് ഇപ്പോൾ ലൈവ് വരുന്നത്. ഫോൺ കംപ്ലൈൻ്റ് ആണ്. ഇനിയിപ്പോൾ അത് സർവീസ് സെൻ്റർ കൊടുത്തത് നന്നാക്കി എടുത്തിട്ട് വേണം. അപ്പം അങ്ങനെയുള്ള മനുഷ്യ സഹജമായ നമ്മുടെ പരിമിതികൾക്കനുസരിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. എന്നതിനപ്പുറത്തേക്ക് പരമാവധി ആളുകളെ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പരമാവധി ആളുകളോട് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പറഞ്ഞു വന്നത് വെറുപ്പും വിദ്വേഷവും അല്ല. എൻ്റെ രീതി അതല്ല. എന്നോട് നിങ്ങൾ കാണിക്കുന്നത് അതാണെങ്കിലും എനിക്ക് തിരിച്ച് ആ രീതി സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ ബാസിലിന് കൊടുത്തത് കുറച്ച് കൂടിപ്പോയി എന്ന അഭിപ്രായമുള്ളവരാണ് എല്ലാവരും എന്ന് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അബ്ദുള്ള അബ്ബാസിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അബ്ദുള്ള അബ്ബാസിൽ അത് അർഹിക്കുന്നുണ്ടായിരുന്നില്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അബ്ദുള്ള അബ്ബാസിൽ എൻ്റെ ആ വിമർശന ശൈലി ഈ വിഷയത്തിൽ അബ്ദുള്ള അബ്ബാസിൽ കാണിച്ച കാപട്യങ്ങളുടെ അളവുകോല് വെച്ച് നോക്കുമ്പോൾ അബ്ദുള്ള അബ്ബാസിലിന് ഞാൻ കൊടുത്തതെങ്കിലും അബ്ദുള്ള അബ്ബാസിൽ അർഹിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നാണ് ചോദ്യം. ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ജിജേഷ് ഒക്കെ എന്നോട് പറഞ്ഞു, നിങ്ങൾ റേഞ്ച് മാറി പോകുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്. എല്ലാവരും പറഞ്ഞു. നിരന്തരമായിട്ട് ഫോണിലും വാട്സപ്പിലും കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു. ഇവിടെ നമ്മുടെ കമന്റിലിരിക്കുന്ന ആൾക്കാർ ഇന്നലെ പറഞ്ഞു, മതിലിയാക്കത്തെ നിർത്ത്. കൂട്ടരെ, നമുക്കിതൊന്നും താല്പര്യമില്ല. പക്ഷേ യുദ്ധസന്ദർഭം എന്ന് പറഞ്ഞ നുണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഹമ്മദിന്റെ മുകളിലേക്ക് ഈ ചെളി മൊത്തം എന്നെ കൊണ്ട് വാരിയിടിപ്പിച്ചത് അബ്ദുള്ള അബ്ബാസിലാണ്. അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും അബ്ദുള്ള അബ്ബാസിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും, ഞാൻ ഇന്നലെ പറഞ്ഞ മുഴുവൻ ചരിത്രങ്ങൾക്കും, പുസ്തകത്തിൽ നിന്ന് ഞാൻ വലിച്ചിട്ട മുഴുവൻ കഥകളുടെയും ഉത്തരവാദിത്തം അബ്ദുള്ള അബ്ബാസിന്റെ മാത്രമാണ്. അപ്പൊ അബ്ദുള്ള അബ്ബാസിന്റെ കാര്യം മനസ്സിലായത് കൊണ്ടായിരിക്കും അബ്ദുള്ള അബ്ബാസിൽ നമ്മുടെ ലൈവിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പേ പിൻവാങ്ങിക്കഴിഞ്ഞു. അബ്ദുള്ള അബ്ബാസിൽ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാണ്, എനിക്ക് വേറെ കുറെ വിമർശനങ്ങൾ നടത്താറുണ്ട്, വേറെയും പരിപാടി ഉണ്ട് എന്ന് അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞു. എന്നാൽ തോട്ടത്തിൽ സംബന്ധിച്ചും ഈ കഥകളെ സംബന്ധിച്ചും ഈ കളവുകൾ പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചും അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞതിനുള്ള മറുപടികൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫർദർ ഈ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് അബ്ദുള്ള അബ്ബാസിലുമായി സംവാദവേദിയിൽ ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടുന്ന് പറയാനുള്ളത്. അതുകൊണ്ട് അതിനിടയിൽ പറഞ്ഞ എല്ലാ കഥകളും അബ്ദുള്ള അബ്ബാസിൽ എന്ന് പറയുന്ന നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു ദാഴി നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്. എൻ്റെ ഇൻറ്റൻഷൻ ആയിരുന്നില്ല മുഹമ്മദിനെ അത്തരം കഥകൾ പുറത്ത് ഇടുക എന്നുള്ളതോ മുഹമ്മദിനെ ആ അർത്ഥത്തിൽ അവഹേളിക്കുക എന്നതോ എൻ്റെ ലക്ഷ്യമായിരുന്നില്ല. അതിലെനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ഖേദമുണ്ട്. മീൻസ് അതിനകത്ത് എനിക്ക് കുറ്റബോധം ഉണ്ടെന്നല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ഒരു അണുകിട വാക്ക് മാറ്റുന്ന പ്രശ്നമില്ല, മാറിയിട്ടില്ല. എൻ്റെ ബോധ്യം അതായതുകൊണ്ടാണ്. തെറ്റുപറ്റിയാൽ മാറ്റൂല എന്നല്ല. അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞു അത് മാറ്റി ഇത് മാറ്റി, ഇപ്പം നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എവിടെയും അഭിപ്രായം മാറിയിട്ടില്ല. ഞാൻ എന്താണോ ഒന്നാമത്തെ ദിവസം പറഞ്ഞത്, എന്താണോ 2022 ഈന്തപ്പനയിലെ ആദ്യ രാത്രി എന്ന വീഡിയോയിൽ പറഞ്ഞത്, അതായത് നിങ്ങൾ ചെയ്ത എഴുതി പുറത്തിറക്കിയ ഒരു പുസ്തകത്തിനോടുള്ള പ്രതികരണമായിട്ട് ഈ ഹദീസ് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതിലാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അത് തന്നെയാണ് ഇതിനു മുൻപും പറഞ്ഞത്, അതിലാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് അബ്ദുള്ള അബ്ബാസിൽ ഞാൻ മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ വാദങ്ങൾ മാറുന്നില്ല എന്ന് അബ്ദുള്ള അബ്ബാസിൽ മനസ്സിലാക്കുക. ചില ആളുകൾ പറഞ്ഞ മുഹമ്മദ് നബിയുടെ ഇങ്ങനത്തെ കഥകളൊക്കെ വലിച്ച് പുറത്തിടണം, ഇത് മനസ്സിലാവട്ടെ ആൾക്കാർക്ക് എന്നാണ്. ഇത് അള്ളാഹ് ഇറക്കിയ ആയത്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സംഗതി കിതാബിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ അതെല്ലാം കൂടി ഒന്നും ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ലാത്ത. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം.
മുഹമ്മദ് നബീനെ അവഹേളിക്കാൻ വേണ്ടി പല ആളുകളും പറയുന്നതാണ് ഈന്തപ്പന എന്താണ്, കുന്നിൻ ചെരുവിലെ ഈന്തപ്പന. ഞാൻ പറയാറില്ല, എൻ്റെ ശൈലിയല്ല. മുഹമ്മദ് നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ഗർഭകാലവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് തെളിവുകളില്ലേ, രേഖകളില്ലേ, ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൽ എഴുതി വച്ച ന്യായങ്ങളില്ലേ? ഞാൻ നിങ്ങൾ ആ തരത്തിൽ അങ്ങനെ ഒരു വിമർശനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ഷേപം മുഹമ്മദ് നബിക്കെതിരെ ഉന്നയിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തെളിവില്ലാത്തതുകൊണ്ടാണോ? കിതാബിലില്ലാത്തതുകൊണ്ടാണോ? കിതാബിൽ നിന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ല, അത് ഇറലവൻ്റ് ആണ്. പല ആളുകളും വിളിച്ചിട്ട് പല രീതിയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ, ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ. എൻ്റെ വിഷയമല്ലാതെ മുഹമ്മദ് നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഗർഭത്തിൽ 4 വർഷം ഇരുന്നു എന്നൊക്കെ പറയുന്ന കഥകളും അദ്ദേഹത്തെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് വിളിച്ചിട്ട് ആളുകൾ ആക്ഷേപിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അത് സഹാബിമാരന്ന് ചെയ്തെങ്കിലും മീൻസ് അന്നത്തെ കാലത്ത് അറബി ഗോത്രകാലത്തെ മനുഷ്യരങ്ങനെ മുഹമ്മദ് നബിനെ ആക്ഷേപിച്ചത് അത് തെറ്റാണ്. എന്താ അതിൻ്റെ കാര്യം? കാരണം അതൊരു മനുഷ്യനോടുള്ള വെറുപ്പാണ്. മുഹമ്മദ് നബിയോട് നമുക്ക് എന്താ വെറുപ്പ്? മുഹമ്മദ് നബിയോട് നമുക്കുള്ള വിരോധം അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം പൂർത്തീകരിച്ച് മനുഷ്യന്മാർ കൊണ്ടുനടക്കുന്ന ഈ ഒരു പ്രത്യയശാസ്ത്രത്തോടാണ്. അതിവരെ ഏൽപ്പിച്ച് മുഹമ്മദ് നബി എന്നോ പോയി കഴിഞ്ഞു. ആ മനുഷ്യൻ എങ്ങനെയാ ജനിച്ചത്, അതിൻ്റെ പിന്നാമ്പുറത്തെ കഥകൾ, എന്തിനതൊക്കെ? നമ്മുടെ ആവശ്യമല്ല. വേറെ ചില ആളുകൾ പറഞ്ഞു മുഹമ്മദ് നബി ജീവിച്ചിരുന്നോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉണ്ടായിക്കോട്ടെ, നമുക്ക് എന്താ ഇപ്പം, ഞാൻ എടുക്കാറില്ല. മക്ക എന്ന് പറയുന്ന സിറ്റി, അത് ഇപ്പോൾ പറയുന്ന ഈ സിറ്റി അല്ലായിരുന്നു മുഹമ്മദ് ജനിച്ച സ്ഥലം. അത് പെട്ര എന്ന് പറഞ്ഞ വേറെ സ്ഥലമായിരുന്നു. അതിന് അഭിപ്രായമുള്ളവരുണ്ട്, അങ്ങനെ ആലോചനയ്ക്കുള്ളവരുണ്ട്, അങ്ങനത്തെ സിദ്ധാന്തങ്ങളുണ്ട്, അങ്ങനെ തെളിവ് വെച്ച് വാദിക്കുന്നവരുണ്ട്. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് എടുക്കാത്ത. അതുപോലെ തന്നെയാണ് അബ്ദുള്ള ബാസിലും കൂട്ടരും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടിൻജൻസി ആർഗ്യുമെന്റും ബ്ലാക്ക് ഹോളും അതിൻ്റെ പുറകിലുള്ള സിംഗുലാരിറ്റിയും പ്രപഞ്ചത്തിൻ്റെ പുറത്തുള്ള ശക്തി. എന്തുകൊണ്ട് എടുക്കാത്ത വെച്ചാൽ നമ്മൾ സാധാരണ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് എടുക്കാത്ത, താല്പര്യമില്ലാത്തതുകൊണ്ട്, അതിലേക്ക് ഊഴിയിട്ട് സമയം കളയാറില്ലാത്തതുകൊണ്ടാണ്. ഫത്തുൽ മുയിൻ വായിക്കുന്നത് തന്നെ വേസ്റ്റാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. പ്രപഞ്ചത്തിൻ്റെ പുറത്തുള്ള ദൈവത്തെ അന്വേഷിച്ചിട്ട് ഇസ്ലാമുമായിട്ട് തർക്കിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ എല്ലാ കാലത്തും സാമൂഹികമായ റെലവൻസ് ഉള്ള, മനുഷ്യ ജീവിതവുമായി ബന്ധമുള്ള, മാനവിക ചിന്തയുമായിട്ട് ബന്ധമുള്ള മനുഷ്യന്റെ ജീവിതത്തെ സാമൂഹികമോ വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ വ്യവഹാരങ്ങളിൽ ബാധിക്കപ്പെടുന്ന ഇസ്ലാമിക വിവരങ്ങളിൽ നിന്നാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് എൻ്റെ ശൈലി, അതാണ് എൻ്റെ രീതി. അതുകൊണ്ട് അബ്ദുള്ള ബാസിനോട് പറയാം, അത്തരം വിഷയങ്ങൾ എടുത്തു വരൂ. ഇസ്ലാമിലെ അടിമത്തം, ഇസ്ലാമിൻ്റെ സാമൂഹിക നിയമങ്ങൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവിക സങ്കല്പങ്ങൾ, ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള സമീപനം, കുട്ടികളോടുള്ള സമീപനം, ഇസ്ലാമിൻ്റെ സഹിഷ്ണുത, ഇസ്ലാമിൻ്റെ ബഹുസ്വരത, ഇസ്ലാമിനകത്തുള്ള മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇസ്ലാമിക് ബാങ്കിങ് ചർച്ച ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, അതിന് കുഴപ്പമില്ല. അല്ലാതെ മുഹമ്മദ് നബി തോട്ടത്തിൽ കയറിയിട്ട് അതിൻ്റെ പിന്നാലെ പോയി ഒളിച്ചിരിക്കേണ്ട പാസിലെ പുറത്തോട്ട് ഇറങ്ങി വാ. സൂറത്തു തൗബ പോലെയുള്ള വചനങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്? ഞാൻ അതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തേക്ക് നിർത്താം. സൂറത്തു തൗബയിലെ 5-ാം വചനം, അത് ലോകത്തെ എല്ലാ കാലത്തും കാണുന്ന മുശ്രിക്കുകളെയൊക്കെ കണ്ടെത്തിയെടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആയത്താണ് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിമർശകരുണ്ട്. മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എനിക്കങ്ങനെ വാദമുണ്ടോ? ഇല്ല. ലോകമാകെ ഇസ്ലാമാക്കാൻ ശ്രമിക്കണം എന്ന് ഇസ്ലാമിയിൽ ആശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഈ ഖുർആൻ വചനം കാണുന്ന മുശ്രിക്കിനെയൊക്കെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നു കളയണമെന്ന RV ബാബു ഉയർത്തി വിട്ട ആ ഭയപ്പെടുത്തലുണ്ടല്ലോ, അതിനുതകുന്ന ഇത് അല്ല എന്നതുകൊണ്ടാണ് RV ബാബുവിന്റെ മുന്നിൽ നിന്ന് അന്ന് അലിയാർ കാസിം രക്ഷപ്പെട്ടു പോയപ്പോ നമ്മൾ മിണ്ടാതിരുന്നത്. അവസരത്തിൽ പറയാം എന്ന് വിചാരിച്ചത്. അവിടെ ചാടിക്കേറി RV ബാബുവിനെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. കാരണം RV ബാബുവിന്റെ ഇന്റൻഷൻ വേറെയായിരുന്നു എന്നുകൊണ്ടാണ്. അലിയാർ കാസിമി ആ ഖുർആൻ വചനം ഉദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയായതുകൊണ്ടല്ല, വസ്തുതയായതുകൊണ്ടല്ല. RV ബാബു പറഞ്ഞ ആ കാര്യം RV ബാബു അവിടെ ഉദ്ധരിക്കപ്പെടുമ്പോൾ RV ബാബുവിന്റെ ഇന്റൻഷൻ
മാനവികമല്ല എന്നതുകൊണ്ടാണ്, അത് പോസിറ്റീവായിരുന്നില്ല എന്നതുകൊണ്ടാണ് അന്ന് അലിയാർ കാസിമി അവിടെ വെറുതെ വിട്ടത്. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് നിർത്തുന്നില്ല. അത് നിങ്ങൾ ഇങ്ങനെ പാറി നടക്കുക, അതിങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുക. കണ്ടോ ഇസ്ലാം വിമർശകരുടെ വെറുപ്പുൽപാദകരുടെ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോഴല്ലേ എം അക്ബറിന്റെ തരികട ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിട്ടത്. അപ്പൊ നമ്മളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായും ഒരു കാരണമുണ്ട്. അത് മനുഷ്യരുടെ, നമ്മളെ ചുറ്റും ഇന്ന് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായിരിക്കും. അല്ലാത്ത വിഷയങ്ങളിൽ ഞാൻ തൊടാറില്ല, എനിക്ക് താല്പര്യമില്ല. ഇനി ഏതെങ്കിലും കാര്യത്തിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പിച്ചോ, അബ്ദുള്ള അബ്ബാസിനെ പോലെയുള്ള ഏതെങ്കിലും ആൾക്കാർ നമ്മളെ തോണ്ടി 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 അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചതായിരിക്കും, ചൊറിഞ്ഞ് മേടിച്ചതായിരിക്കും. മുഹമ്മദിന്റെ കല്യാണവും തോട്ടവും കച്ചവടവും കലാപരിപാടികളൊക്കെ അങ്ങനെ മാത്രമേ ചർച്ചയ്ക്കാറുള്ളൂ. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ വിശ്വാസികൾ മുഹമ്മദ് നബീനെ കുറിച്ചിട്ടുള്ള ഇത്തരം കഥകൾ പുറത്തു വരാതിരിക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഇടവരുത്താതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് സെക്കുലർ ഇന്ത്യ പറയുന്നത്. നിന്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾ വന്നാൽ മതി. അതിനിപ്പോൾ നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത്, നിങ്ങൾ ആരാന്ന് പോലും അറിയില്ല. നിങ്ങൾ സ്വന്തം നിലക്ക് നിങ്ങളുടെ പേര് പോലും മറച്ചു വെച്ചിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കാലത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിരുന്ന കാലത്ത് നിന്ന് കേരളത്തിലെ മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിനെ ന്യായീകരിക്കാനും വിമർശകരെ നേരിടാനും ഫേക്ക് ഐ ഡികളുടെ വിളനിലമാണ്. ഇന്നലെ എനിക്ക് ഒരാൾ അയച്ചു തന്ന്, നമ്മൾ ഇന്നലെ ലൈവ് നടക്കുമ്പോൾ ആ ലൈവിൽ എന്നെ ഇസ്ലാമിന് വേണ്ടി വാദിക്കാനും എന്നെ മോശക്കാരനായി ചിത്രീകരിക്കാനും കമൻ്റ് ഇടാൻ വന്ന ഒരു ഐഡിയെ, ഒരു ഹിസ്റ്ററി ഒരാൾ തപ്പിയിട്ടെടുത്തിട്ട് പറഞ്ഞത് അത് അതിൻ്റെ തലേദിവസം ഉണ്ടാക്കിയ ഐഡിയ ആണ്. അപ്പോൾ ഓരോ ദിവസം ഒരു ഐഡിയിൽ, ഒരു ഫേക്ക് ഐ ഡിയിൽ വന്ന് കമൻറ്റ് ബോക്സിൽ തേഞ്ഞൊട്ടുന്ന സമയത്ത് അവിടെ നിന്ന് പോയി വേറൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും അതേ കമൻ്റ് എഴുതുക എന്ന ഗതികേടിലേക്ക് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾ ഈ ജനതയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ നിഷ്കളങ്കരായ സാധുക്കളായ വിശ്വാസികൾക്ക് കഴിയട്ടെ. ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ. ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനകത്ത് ഒരു വലിയ സംഭവമൊന്നുമില്ല എന്നും, ഇത് ലോകത്തെമ്പാടും പല മതങ്ങളുള്ളതുപോലെ പല സാഹചര്യത്തിൽ പല രീതിയിൽ ഉരുത്തിരിഞ്ഞു വന്നതുപോലത്തെ ഒരു മതമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ. പിന്നെ അതിൻ്റെ പൊളിറ്റിക്കലി അത് ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയിലും ഇന്നും അത് നിലനിൽക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ചില സാമൂഹിക രീതികളിലും വലിയ അപകടകരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന വസ്തുത മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ അത് മാത്രം അതിൽ മുഴച്ചു നിൽക്കുമെങ്കിലും ഇസ്ലാമും മറ്റെല്ലാ മതങ്ങളും പോലെ ഒരു മതം തന്നെയാണ്. അതല്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓരോ മതങ്ങളും ഉരുത്തിരിഞ്ഞു വന്ന കാലഘട്ടവും അത് പരിവർത്തനത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു കാലഘട്ടമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓരോ കാലഘട്ടത്തിലും അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും പ്രശ്നക്കാരാണ് എന്ന ചിന്തയോ, മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് എന്നുള്ള ബോധ്യമോ, മുസ്ലിങ്ങളെ വെറുപ്പോടെയും അറപ്പോടെയും അവജ്ഞയോടെയും കാണുന്ന തരത്തിലുള്ള മുസ്ലിങ്ങളോടുള്ള വിരോധമോ അല്ല എന്നെ നയിക്കുന്നത് എന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഈ വിശ്വാസം ശരിയാണ് എന്ന് ധരിച്ച് അതിനകത്ത് പെട്ടുപോയ മനുഷ്യരോട് പറയാൻ ശ്രമിക്കുക, എന്നാലാവുമ്പോൾ വിധം അത് അവരോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരാളോട് ഒരു വെറുപ്പും വിദ്വേഷമോ വെച്ച് പുലർത്തുന്നതല്ല. അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ നമ്മൾ കാര്യങ്ങൾ പറയാറുമില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അബ്ദുള്ള അബ്ബാസിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശകരെ നേരിടുന്ന യോദ്ധാക്കളിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി അവിടെ കിടന്നോട്ടെ, അതിനെ വെറുതെ നിങ്ങൾ സ്വീപ്പാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരു 4-5 വിഷയങ്ങൾ അബ്ദുള്ള അബ്ബാസിൻ്റെതായിട്ട് അബ്ദുള്ള അബ്ബാസിൽ ഡയലോഗിൽ പറഞ്ഞ ഒരു വീഡിയോയും അബ്ദുള്ള അബ്ബാസിൽ ഈ വിമർശകരുടെ വർത്തമാനം എന്ന രീതിയിൽ ഇരുന്ന് ചെയ്ത പോഡ്കാസ്റ്റിലുള്ള 3-4 വിഷയങ്ങൾ ഇതിനോടകം നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇന്നും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം ടോപ്പിക്കിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് നല്ല കാര്യം. നമുക്ക് സൂറത്ത് തൗബയിൽ തന്നെ തുടങ്ങാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ആ ഒരു ശൈലി, ആ ഒരു ആക്രമണോത്സുകത, അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ആ സമയത്ത് അത് അർഹിച്ചിരുന്നു, അത് നിങ്ങൾക്ക് തന്നു.
നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഏകദേശം ധാരണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അവസാനിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി. ആ വിഷയം നമുക്ക് ഇനി ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സംവാദ വേദിയിൽ സംസാരിക്കാം. അതിനിപ്പോൾ എനിക്ക് 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം നിങ്ങൾ പറയുന്നത്. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ 4-5 വർഷമായിട്ടല്ലേ ഉള്ളൂ. ഇനി ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് പോരാന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു 5 വർഷം കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പം നിങ്ങൾ അപ്പോൾ 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയും. അത് വല്ലാത്തൊരു പുരിവാലാവും. എന്തായാലും എൻ്റെ അറിവും വിവരമൊക്കെ വെച്ചിട്ട് എന്നോട് സംവദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് സംവദിക്കാം. നിങ്ങളുടെ അത്രയൊന്നും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് എന്ന് നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് ആകെയുള്ള യോഗ്യത ഞാൻ നുണ പറഞ്ഞു എന്നുള്ളതാണ് അബ്ദുൽ ബാസിൽ പറഞ്ഞത്. അത്തരം കടന്ന പ്രയോഗങ്ങളൊക്കെ വേണോ? ഇതൊക്കെ നാട്ടുകാർ കേൾക്കുന്നില്ലേ എന്ന് മാത്രമേ ആ കാര്യത്തിലൊക്കെ അബ്ദുൽ ബാസിനോട് ചോദിക്കാവുള്ളൂ. അതുകൊണ്ട് ആവേശം നല്ലതാണ്. ആവേശം കൊണ്ട് എടുത്തുയർത്തുന്ന പുസ്തകം ഏതാണ് എന്ന് അതിൻ്റെ പുറംചട്ടയെങ്കിലും വായിച്ചു നോക്കണം എന്നാണ് അബ്ദുൽ ബാസിനോട് സ്നേഹബുദ്ധിയ ഉപദേശിക്കാനുള്ളത്. മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് നിങ്ങളുടെ വാദങ്ങളും എൻ്റെ മറുവാദങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അബ്ദുൽ ബാസിറും സംഘവും ഹദീസ് തള്ളൂല എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അവർ ഹദീസിനെ സമീപിക്കുന്നത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ കുറച്ചധികം ദിവസങ്ങളായിട്ട് പല ആളുകളും ചോദിക്കുന്നതാണ്, ഷജീർ പുളിക്കൽ നമുക്ക് പ്രവാചകത്വത്തിൻ്റെ തെളിവ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പരിഗണിക്കാത്തതെന്ന് ഷജീറും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ അതെടുക്കാം. ബാസിലിനൊരു ദിവസത്തെ റെസ്റ്റും ആവും, ഷജീറിന് കുറേ ദിവസത്തെ കാത്തിരിപ്പിൻ്റെ ഒരു വിരാമവുമാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ആ വീഡിയോ പരിശോധിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആക്റ്റീവ് ആണെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് അടിച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. ഒരു പോൾ ഉണ്ടായിരുന്നു, ആ പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആ പോളിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ ഇത് കാണുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ആണ് എന്ന് 77% പേര് പറയുമ്പോഴും 23% പേർ പിന്നെ എന്താ പറയുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നറിയുന്നു. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ അവരെ നിർബന്ധിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിലും ഇത് കാണാൻ വന്നിരുന്ന് കമൻറ്റ് ചെയ്ത് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചവർക്ക് ഒക്കെ എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും പറയുന്നു. ശുഭരാത്രി നേരുന്നു. നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.